കർത്താവിന്റെ ദാസിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അധികാരത്തോടെ അഭിഷേകത്തോടെ ക്രൂശിനെ മറവിൽ നിന്നുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുവാൻ സഹായിക്കണമേ. കർത്താവിനെ ജോയിൻ ചെയ്തല്ലോ, ഇനിയും ജോയിൻ ചെയ്യാനുള്ള പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഏവരെയും അനുഗ്രഹിക്കുകയും കർത്താവിനെ ഒരുമിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല കാര്യങ്ങൾ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ മഹത്വത്തിനായി ഏൽപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രോഗ്രാം പ്രൊസീഡി വാങ്ങിക്കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത ദാസനെ പറ്റി സഹായിച്ചാട്ട് എല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരിക്കൽ കൂടി സമ്മതമായി സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മകൾ എല്ലാവരെയും ഭരിച്ച് നടത്തണം. മഹത്വമാനം കർത്താവിന് അർപ്പിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ സജി ബേബി. ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ കർത്താവിന്റെ ദാസി സിസ്റ്റർ എലിസബത്ത് തോമസ് ടീം ഗ്രേസ് ബോണ്ട്, നമുക്കറിയാം സ്ഥിരമായി നമ്മോടൊപ്പം കടന്നു വന്ന് നമ്മളെ പാട്ടുപാടിയൊക്കെ സഹായിക്കുന്ന പ്രിയ ടീമാണ്, പ്രിയ കുടുംബമാണ്. ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. തുടർന്ന് ചില ഗാനങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് പ്രിയ ടീമിനെ, പ്രിയ സിസ്റ്റർ ആൻഡ് മോളെ ഞാൻ ക്ഷണിക്കുന്നു. സ്തോത്രം. Thank you so much, brother. Thank you. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗണ്ട് കേൾക്കുന്നില്ല. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മൾക്ക് എല്ലാവർക്കും തന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഏത് പ്രതിസന്ധികളുടെ മധ്യേയും കർത്താവിനെ ആരാധിക്കുവാൻ ദൈവമക്കൾ ഒരുമിച്ച് ദൈവവചനങ്ങൾ ഷെയർ ചെയ്ത് അതിൽ ബലപ്പെട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം. ദൈവത്തിൻ്റെ നാമത്തിൽ നാം ചേർന്നിന്റെ വിസ്മയങ്ങളിൽ ഹല്ലേലൂയ എന്നുള്ള സോങ് നമുക്ക് ഒരുമിച്ച് പാടാം. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ. ജീവ
ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ ബോധമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും. ബോധമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും. ബോധമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വൻകൃപകൾ നമ്മളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും കർത്താവ് വൻകൃപയോടെ നമ്മളെ നടത്തുന്ന ആ വഴികളെ ഓർക്കുമ്പോൾ നന്ദിയില്ലാതെ നമുക്ക് മറ്റൊന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അടുത്ത് നമുക്കൊരു നല്ലൊരു പാട്ടാണ്. എനിക്ക് വളരെ സന്തോഷം. എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് പാടി ആരാധിക്കുമ്പോൾ ബലം പകരുന്നൊരു പാട്ടാണ് എനിക്കൊരു തുണ നീയേ എന്നൊരു സോങ്. നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു
ദൈവത്തിൻ്റെ നാമത്തെ ഓരോ നിമിഷവും നമുക്ക് പാടി സ്തുതിക്കുമ്പോൾ ഓരോ നിമിഷവും നമുക്ക് ബലം പ്രാപിച്ച് മുന്നോട്ട് നീങ്ങുവാൻ കർത്താവ് നമ്മളെ ഏവരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധനാം താതനെ, ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിച്ച് ഓരോ ദിവസവും നീങ്ങാം. പരിശുദ്ധനാം താതനെ എന്നുള്ള പാട്ട് നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, നാഥനേ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്, നാഥനേ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്, നിമരു യാത്രയതിൽ തിരുകൃപ മതിയെനിക്ക്, നിമരു യാത്രയതിൽ തിരുകൃപ മതിയെനിക്ക്, ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതിയെനിക്ക്, ജീവിതയാത്രയതിൽ
സ്തോത്രം ചെയ്യുന്നു. ആ തിരുകൃപയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞ വഴികളിൽ കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് എണ്ണി എണ്ണി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആയുധം ഫല
നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും സമയം ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് തന്ന നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് അവസരം തന്ന ബ്രദർ ലാലു ബ്രദറിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും കൂടുതൽ മിനിസ്ട്രിയിൽ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഞങ്ങളുടെ വർഷിപ്പ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ പ്രിയ കുടുംബത്തെ ദൈവം സഹായിച്ചല്ലോ. നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം സ്തോത്രം. പ്രത്യേകാൽ വളരെ നന്ദി പ്രിയ സിസ്റ്റർ എലിസബത്ത് തോമസ് ആൻഡ് ബ്യൂല. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും കർത്താവിന്റെ നാമമഹത്വത്തിനു വേണ്ടി അനേകർക്ക് ആശ്വാസമായി അനേക ഗാനങ്ങൾ പാടുവാൻ ദൈവം അവരെ ശക്തീകരിക്കട്ടെ. അവർ ചെയ്യുന്ന എല്ലാ മിനിസ്ട്രികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രത്യേകാൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് രാത്രിയിലും പാട്ട് ഞങ്ങളെ സഹായിച്ച പ്രിയ കുടുംബത്തോട് ഗിൽഗാൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിലുള്ള എല്ലാ നന്ദിയും കടപ്പാട് ഏർപ്പെടുത്തു. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ നമ്മുടെ ദൈവവചനം ശുശ്രൂഷിക്കും. അതിനു മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പലരും നമ്മുടെ സ്റ്റുഡൻസ് പലരും നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് പലരും കുവൈറ്റിലും സൗദിയിലും ഒക്കെ പലരും പനിയൊക്കെ പിടിച്ചു കിടക്കുകയാണ്. പലരും ഇന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. വളരെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയവരുണ്ട്. അവരെയൊക്കെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തുടർന്ന് കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് പ്രത്യേകാൽ നമ്മൾ തുടർമാനമായി നടക്കുന്ന ഈ ബൈബിൾ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമ്മുടെ കൂടെ ഒപ്പം പഠിക്കുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് അത് അനുഗ്രഹമായി തീരുവാൻ എല്ലാം ദൈവം സഹായിക്കേണ്ടതിനായിട്ട് ഇന്ന് പ്രത്യേകാൽ നടക്കുന്ന ഈ സെമിനാർ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നാം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ പാസ്റ്റർ മർക്കോസ് KM ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവനായ ഞങ്ങൾ നല്ല ദൈവമേ, പിതാവേ, തിരുനാമത്തെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹമായിരിക്കും നല്ല സന്ധ്യാസമയം കർത്താവെ പ്രകാരം ഒരുമിച്ച് കർത്താവെ രാത്രികാലം ഞങ്ങൾ കർത്താവെ സോം പ്ലാറ്റ്ഫോമിൽ കൂടി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളായതുകൊണ്ട് രാത്രികാലം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമക്കളാ ഞങ്ങൾ ഒരിക്കലായി വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു. പ്രത്യേക ഇന്ന് രാത്രികാലം നടക്കുന്ന സെമിനാറിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അറിയപ്പെടുന്നതുപോലെ ഇന്ന് രാത്രികാലം പ്രകാരം കർത്താവ് അനുഗ്രഹമായിരിക്കുന്ന ഒരു സെമിനാറിൽ ബന്ധത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ആയിരിക്കാം. ദൈവ കർത്താവ് സഹായിച്ച എല്ലാ കൃപയ്ക്കാതെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു. രാത്രികാലം കർത്താവെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവെ ബഹുമാന കർത്താവിന്റെ ദാസൻ അവസാനമായി പ്രാർത്ഥിക്കുന്നു. എന്റെ ആവശ്യത്തിന് ദൈവമാ കർത്താവ് അവിടുന്ന് ബലപ്പെടുത്തി ശക്തി തിരികെ വളരെ അനുഗ്രഹമായ നിലയിൽ രാത്രികാലം കർത്താവ് മീറ്റിംഗ് കർത്താവ് ലീഡ് ചെയ്യുവാൻ കർത്താവേ തന്റെ ദാസന്റെ ബലപ്പെടുത്തുമാറാകണം പ്രാർത്ഥിച്ച് സ്തുതിക്കുന്ന നാഥാ. പ്രാരംഭ സമയം കർത്താവ് അനുഗ്രഹമായിരിക്കുന്ന ആത്മീയ ഗീതങ്ങളിൽ കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചല്ലോ. രാത്രികാലം കർത്താവെ ഗാനങ്ങൾക്ക് ആരാധന ലീഡ് ചെയ്ത കർത്താവെ ഞങ്ങളുടെ ദാസന്മാർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയപ്പെട്ട കർത്താവിന്റെ ദൈവമായ കർത്താവ് ബലപ്പെടുത്തുകയും അവിടുന്ന് അനുഗ്രഹിക്കും ശക്തി ഒരിക്കൽ ലക്ഷ്യമാറാകണം പ്രാർത്ഥിക്കുന്ന നാഥ കർത്താവെ അത് അനേകർക്ക് അനുഗ്രഹമായി തീരുവ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കുന്ന നാഥ കർത്താവെ. തുടർന്ന് നടക്കുന്ന ദൈവനെ ശുശ്രൂഷിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക രാത്രികാലം കർത്താവെ സെമിനാറിൽ കർത്താവെ ദൈവനെ ശുശ്രൂഷിപ്പാനായി ദൈവത്തിലായിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹനായ കർത്താവെ അങ്ങയുടെ അഭിഷേകത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാത്രികാലം കർത്താവ് വളരെ അനുഗ്രഹമായി ഞങ്ങൾ കർത്താവെ ആമയെ അറിയപ്പെടുന്നത് പോലെ കർത്താവെ മരുഭൂമിയിലെ പാഠശാല എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെ അനുഗ്രഹമായ രാത്രികാല തിരുവചനത്തിൽ കൂടി കർത്താവെ അവിടുന്ന് സന്ദേശം അറിയിപ്പാൻ കർത്താവിന്റെ അഭിഷേകത്തിനെ ദൈവം ബലപ്പെടുത്തുമാറാകണമേ. കർത്താവ് നിറഞ്ഞു ദൂതമായി ഇന്ന് രാത്രികാലം കർത്താവെ ഈ മീറ്റിംഗിൽ ദൈവമായ കർത്താവ് നിർത്തുമാറാകും ഞാൻ പ്രാർത്ഥിച്ച് സ്തുതിക്കുന്ന കർത്താവെ. പ്രത്യേകാല ഗിൽഗാൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ബൈബിൾ ക്ലാസിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവം പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകണം പ്രാർത്ഥിച്ച് സ്തുതിക്കുകയാണ്. അതാ പ്രത്യേക കർത്താവിന്റെ അഭിഷേകത്തിന് കർത്താവ് ഓർപ്പിച്ച പ്രത്യേക പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. ശാരീരികമായ ക്ലേശങ്ങളൊക്കെയും ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്നവർ ഓർക്കുന്നു കർത്താവെ. ആശ്വാസം വിടുതൽ സൗഖ്യം എല്ലാം ദൈവം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മറ്റേതേലും കർത്താവെ പ്രയാസത്തിന്റെ ഭാരങ്ങളുടെ നടുവിലായിരിക്കുന്നതിനെ ഞങ്ങൾ ഓർക്കുന്നു. രാത്രികാലം മീറ്റിംഗ് കൂടി കർത്താവെ ആമേ അവരുടെ ജീവിതത്തിൽ എല്ലാ വലിയ വിടുതലായി തീരുവ സ്വർഗ്ഗം സഹായിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന മീറ്റിംഗ് അങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിൽ അത് അനുഗ്രഹമായി തീരുവ സ്വർഗ്ഗം സഹായിച്ചാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന യാചന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സകല യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്റർ മർക്കോസ് KM. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോംസൺ കൈതമംഗലം. നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതനാണെന്ന് ഞാൻ കരുതുന്നു. താന് പല ദോഹയിൽ വന്ന് ഞങ്ങൾക്ക് ഏകദേശം 10-18 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് നല്ല സുഹൃത്ത് ബന്ധമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിന്റെ ദാസനാണ് പാസ്റ്റർ തോംസൺ കൈതമംഗലം. താന് അമേരിക്കയിൽ പല ദൈവസഭകളുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ദൈവം തന്നെ വീണ്ടും സഹായിക്കേണ്ടതിന് താൻ യോങ്കേഴ്സ് AG-ലെ പാസ്റ്റർ ആയിരുന്നുള്ള കാര്യം എനിക്കറിയാം. ബാക്കി താൻ തന്നെ പറയും. അനേക സഭകളിൽ ശുശ്രൂഷകനായി ഇരുന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഒരു എഴുത്തുകാരനും വാഗ്മിയുമാണ്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവവേല ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിൽ നമ്മുടെ ഈ സെമിനാറിന് ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു.
തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. തുടർന്നുള്ള 1 മണിക്കൂർ മരുഭൂമിയിലെ പാഠശാല എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി താൻ സംസാരിക്കുന്നതായിരിക്കും. അതിനായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. Praise the Lord and ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇവിടെ രാവിലെയാണ്. ഇവിടെ രാവിലെ സമയം 11 മണിയായി. നിങ്ങളോടൊപ്പം ഈ മീറ്റിംഗിൽ സംബന്ധിപ്പാൻ കർത്താവിന്റെ ദാസന്റെ ക്ഷണം സ്വീകരിച്ച് പാസ്റ്റർ ലാലു ജേക്കബ് ഇങ്ങനെ ഒരു അവസരം കർത്താവ് തന്നതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. ഞാൻ രാവിലെ ഏതാണ്ട് ഇവിടുത്തെ സമയം ഒരു 8:30 മുതൽ നമ്മുടെ ഇന്ത്യയിലെ ആഗ്രയിൽ ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു. മീറ്റിംഗ് അല്പം നേരത്തെ നിർത്തിയിട്ടാണ് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോടുകൂടെ സംബന്ധിക്കുന്നത്. പാസ്റ്റർ ലാലു ജേക്കബിനായി സ്തോത്രം. താൻ പറഞ്ഞതുപോലെ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് പരിചയപ്പെടുവാൻ, കാണുവാൻ, അവിടെ വന്ന് കാണുവാൻ, അവരെ കുടുംബമായി അമേരിക്കയിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കാണുവാൻ, ഒന്നിച്ച് സഞ്ചരിക്കുവാനും ഒക്കെ ദൈവമായ കർത്താവ് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി വലിയ കണക്ഷനൊന്നും അങ്ങനെ ഇല്ലാതിരിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ചില ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾക്ക് വീണ്ടും ഫോണിൽ കൂടെ അതെ സംസാരിപ്പാനും പരിചയം പുതുക്കുവാനും ഒക്കെ ദൈവമായ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഈ മലയാളത്തിൽ പ്രസംഗിക്കുന്നത്. പിന്നെ മലയാളം അറിയാൻ വയ്യാഞ്ഞുണ്ടെന്നല്ല, എനിക്ക് നല്ലോണം മലയാളം അറിയാം, എഴുതാൻ അറിയാം, നല്ല ഭംഗിയായിട്ട് മലയാളത്തിൽ എഴുതാൻ അറിയാം, പ്രസംഗിക്കാനും അറിയാം. പിന്നെ ഇടയ്ക്കൊരു വിക്കൊക്കെ വന്നാൽ ക്ഷമിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഞാൻ നോക്കുകയായിരുന്നു ഇതിനകത്ത് എനിക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന്. ഞാൻ ഈ ഫോട്ടോ ഒക്കെ നോക്കുകയായിരുന്നു. ആരെയും എനിക്ക് അങ്ങോട്ട് കർത്താവിന്റെ ദാസനെ അല്ലാതെ ആരെയും അങ്ങോട്ട് പിടികിട്ടുന്നില്ല പരിചയമുള്ളതായി. എന്നെ ആരെങ്കിലും കണ്ടിട്ടുള്ളവരോ അറിയാവുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ, അറിയാമോ? ഓക്കെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രാജസ്ഥാനിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിന്റെ ദാസന് ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. ജേക്കബ് ജോർജ്, രാജസ്ഥാനിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ടതിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവമനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എലിസബത്ത്, താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ ദിസ് ഈവനിങ്. അധികം ഇൻട്രഡക്ഷൻ ഒന്നും പറയാതെ നമുക്ക് നേരെ കർത്താവിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഇന്ന് തിരഞ്ഞെടുത്ത സബ്ജക്റ്റ് ഗോഡ് സ്കൂൾ ഓഫ് വിൽഡർനെസ് എന്നാണല്ലോ അതിൻ്റെ ആ ടൈറ്റിൽ നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. മരുഭൂമിയിലെ പാഠശാല എന്നാണ് പ്രിയപ്പെട്ടവർ അതിന് മലയാളത്തിൽ ആ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. വെരി ഗുഡ്. നമ്മൾ അതിലേക്കൊന്ന് കടക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ. അതുപോലെ തന്നെ ആരെങ്കിലും ബൈബിള് വായിക്കാൻ കഴിയുന്നവരൊന്ന് എടുത്തു വെച്ചേക്കണം. 2-3 വേദഭാഗങ്ങൾ നമുക്ക് വായിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ ഇതൊന്ന് ഓണാക്കി അത് വ്യക്തമായി വായിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ആദ്യമായി ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. മതി. വെരി ഗുഡ് സൗണ്ട് ബ്രദർ. നല്ല സൗണ്ടാ, ക്ലിയർ സൗണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും, ബോത്ത് ഇൻ വേർഡ്സ് ആൻഡ് ഡീഡ്സ്. മിടുമിടുക്കനായിരുന്നു. മോശയെക്കുറിച്ച് അധികമൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. കാരണം എനിക്കറിയാം, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒരു 99% ഐ ബിലീവ് ദൈവവചനത്തിൽ വളരെ ജ്ഞാനമുള്ളവരാണ്. പഴയ നിയമവും പുതിയ നിയമവും അറിയാവുന്നവരാണ്. അതുകൊണ്ട് അധികം എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. മോശ മിസ്രൈമിലെ സകല ജ്ഞാനവും അഭ്യസിച്ചു എന്ന് പറഞ്ഞാൽ, ഏത് വലിയ യൂണിവേഴ്സിറ്റി അന്നത്തെ കാലത്ത് മിസ്രൈമിൽ ഉണ്ടായിരുന്നു, ഏതെല്ലാം ഫീൽഡ് നമുക്കറിയില്ല. അന്ന് സൂര്യന് കീഴിൽ മോശയുടെ കാലത്ത്
അല്ലെങ്കിൽ ലോകത്തിലുണ്ടായിരുന്ന ഏറ്റവും ഒരു സമ്പൽ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെട്ട ഉയർന്ന നിലവാരത്തിലുള്ള ഒരു രാജ്യമായിരുന്നു മിസ്രൈം. ആ കൊട്ടാരത്തിലാണ് മോശ വളർന്നത്. അപ്പോൾ അന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ ഈ രാജകുമാരന് കിട്ടി. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നെന്ന് നാം ഇവിടെ വായിക്കുമ്പോൾ പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്. മോശ പുറപ്പാട് പുസ്തകത്തിൽ ദൈവവുമായി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഐ ഹാവ് എ സ്ലോ ടങ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്വല്പം വിച്ചുണ്ടെന്നൊക്കെയാണ് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത്. എന്നാൽ സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ വാക്കിലും നടപ്പിലും അത് സമർത്ഥനായിരുന്നെന്ന് പറയുമ്പോൾ ഈ ജന്മന ഉണ്ടായിരുന്ന ഒരു വിക്കൊന്നും അല്ലായിരുന്നു, അല്ലെങ്കിൽ സംസാരിപ്പാൻ ഒരു ബുദ്ധിമുട്ടും മോശയ്ക്കില്ലായിരുന്നു. പിന്നീട് കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയി മരുഭൂമിയിൽ ആടുകളെ തീറ്റി നീണ്ട നാളുകൾ മരുഭൂമിയിലായിരുന്ന കാലത്ത്, മനുഷ്യരുമായി വലിയ സംസർഗമൊന്നുമില്ലാത്ത കാലത്ത്, ഏകനായി നടന്ന കാലത്തൊക്കെ ആ പണ്ടുണ്ടായിരുന്ന ആ നാക്കിന്റെ അല്ലെങ്കിൽ ആ എലക്വൻസി അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ഇപ്പം പറയുമ്പം പഴയ പോലെ വ്യക്തമായി ഒന്നും പറയാനും പ്രസംഗിക്കാനും ഒന്നും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, എനിക്ക് സംസാരിപ്പാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട് വേറെ ആരെങ്കിലും അയക്കണമെന്നൊക്കെ മോശ എക്സ്ക്യൂസ് പറഞ്ഞു മാറാൻ ശ്രമിച്ചത്. എനിവേ, മോശ വാക്കിലും നടപ്പിലും സമർത്ഥനായിരുന്നു, മിടുമിടുക്കനുമായിരുന്നു. മോശയുടെ കാലത്ത് കൊട്ടാരത്തിൽ പാർക്കുന്ന സമയത്ത് എത്യോപ്യയുമായി ഒരു വലിയ യുദ്ധമുണ്ടായി. മോശയെക്കുറിച്ചുള്ള ഒരു വലിയ വിവരണം നമുക്ക് വേദപുസ്തകത്തിൽ കിട്ടുന്നില്ലെങ്കിലും യഹൂദന്മാരുടെ ആധികാരികമായ എഴുത്തുകളിൽ മോശയെക്കുറിച്ച്, പ്രത്യേകിച്ച് ജോസീഫസ് ഒക്കെ വളരെ വ്യക്തമായി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ എത്യോപ്യയുമായി ഉണ്ടായ യുദ്ധത്തിൽ മോശ അത് ഏറ്റവും നല്ലൊരു വിജയമാണ് മിസ്രൈമിന് വേണ്ടി കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് വന്ന മോശ മിസ്രൈമിലെ സർവ്വസൈന്യാധിപൻ. അപ്പൊ എല്ലാ രീതിയിലും ഭൂമിയിൽ ലഭിക്കാവുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും മാന്യതകളും ഒക്കെ ലഭിച്ച് മിടുമിടുക്കനായി പോകുന്ന ഒരവസരത്തിലാണ് പെട്ടെന്ന് അറിയാതെ, അതായത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ മോശ മിദ്യാനിലേക്ക് ഓടിപ്പോകുന്നു. ഫറവോന് ആൺമക്കളില്ലായിരുന്നു. ഫറവോയ്ക്ക് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പുത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ മോശയെ എടുത്ത് അഡോപ്റ്റ് ചെയ്ത് സ്വന്തം പുത്രനെ പോലെ വളർത്തിയത്. ചരിത്രത്തിൽ തെർത്തുമീഷ് എന്നാണ് ഫറവോന്റെ പുത്രിയുടെ പേര്. എനിവേ, ആ പേരിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അപ്പം അവിടെ ദേവനോട് ഈ തെർത്തുമീഷ് രാജ്ഞി അല്ലെങ്കിൽ ആ ഫറവോന്റെ പുത്രി പ്രാർത്ഥിക്കുന്നത് തൻ്റെ വളർത്തുമകൻ മോശ വളരെ മിടുമിടുക്കനായ ഒരു ഫറവോ ആയി ഈജിപ്തിന് രാജാവായി തീരണം. അതിനുള്ള നേർച്ച കാഴ്ചകളോ പ്രാർത്ഥനയോ ഒക്കെ പൂജ ഒക്കെ നടത്തി അവള് പോകുന്നു. മറിച്ച് നൊന്ത് പ്രസവിച്ച മാതാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, എൻ്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറണമെന്ന്. മോശയെക്കുറിച്ച് ചരിത്രത്തിൽ നാം വായിക്കുന്നത്, ഈ മോശയുടെ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. തന്നെയല്ല, അവർക്കൊരു കാര്യം അറിയായിരുന്നു, ദൈവം അബ്രഹാമിനോട് പറഞ്ഞ സമയം ഏറെക്കുറെയൊക്കെ സമാഗതമാകാൻ പോകുന്നു. അവരുടെ ഈ സ്ലൈവറി ഒക്കെ അവസാനിച്ച് അവർ തിരികെ വാഗ്ദത്ത നാട്ടിലേക്ക് പോകുവാനുള്ള സമയമാകുന്നു എന്ന് മനസ്സിലാക്കി അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ദൈവം അവർക്ക് മോശ എന്ന് പറയുന്ന ഈ കുഞ്ഞിനെ കൊടുത്തത് എന്ന് ചരിത്രത്തിൽ വായിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് രാജാവിന്റെ കോപം ഭയപ്പെടാതെ ഈ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ദൈവത്തെ ഭയപ്പെട്ട് ഈ കുഞ്ഞിനെ 3 മാസമെങ്കിലും ഒളിപ്പിച്ച് വെച്ചതും വളർത്തിയതും പ്രാർത്ഥിച്ചതും പ്രതീക്ഷിച്ചതും. എന്നാൽ അവരുടെ പ്രാർത്ഥന പോലെ തൽക്കാലം നടന്നില്ല. ഒരു ദിവസം മോശ കൊട്ടാരം വിട്ട് ഓടേണ്ടതായ ഗതികേടുണ്ടായി. ഗതികേടെന്ന് ഞാൻ പറയുന്നില്ല, കാരണങ്ങൾ ഉണ്ടായി. മോശ കൊട്ടാരം വിട്ട് ഓടി. പിന്നെ 40 വർഷം
മരുഭൂമിയിലാണ് മോശയുടെ വാസം. ആ കഥയും നമുക്കറിയാം. നാം എന്ന പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ ഈ മോശ എന്ന ദൈവ മനുഷ്യൻ പഴയ പോലുള്ള ഉണർവ് പാട്ടും ഒന്നുമില്ല. വലിയ ദർശനം പ്രാപിച്ചായിരുന്നു കൊട്ടാരത്തിൽ വെച്ച്. അതായത് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നൊക്കെ എണ്ണി വലിയ ദർശനത്തോടെ കാഴ്ചപ്പാടോടെ ഇറങ്ങിത്തിരിച്ചത്. പക്ഷെ താൻ ആഗ്രഹിച്ചതുപോലെ, താൻ ആഗ്രഹിച്ച സമയത്ത് അത് നടന്നില്ല. ദൈവം ഒരു കല്യാണമൊക്കെ ആലോചിച്ച് മോശയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തത് പള്ളിക്കൂടത്തിന്റെ വരാന്ത കണ്ടിട്ടില്ലാത്ത ഒരു പെൺകൊച്ചിനെ. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ദൈവത്തിന്റെ സെലക്ഷൻ ഒക്കെ നമ്മുടെ പ്ലാനും പദ്ധതിയും പോലൊന്നും ആയിരിക്കത്തില്ല. മോശയ്ക്ക് ന്യായമായ ഒരു BSc നേഴ്സിനെങ്കിലും കിട്ടണം. അതാണ് ഞാൻ പറയാറുള്ളത്. പക്ഷെങ്കിൽ കിട്ടിയത് ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെയാ. അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ മാർഗമൊന്നുമില്ലല്ലോ. ഇപ്പൊ അവിടെ താമസിക്കുന്നത് ദത്ത് കയറിയതുപോലെ. പിന്നെ ഇദ്ദേഹം ഇപ്പൊ അമ്മായിപ്പന്റെ ആടുകളെയാണ് നോക്കുന്നത്. എനിക്കൊരു സന്തോഷമുണ്ട്. ഈ 40 കൊല്ലം ഈ അമ്മായിപ്പന്റെ ആടിനെ നോക്കിയെങ്കിലും ഈ യാക്കോബ് ചെയ്തതുപോലെ അതിലൊരൊറ്റ ആടിനെ പോലും സ്വന്തമാക്കാനോ മോഷ്ടിക്കാനോ ഏതെങ്കിലും ടെക്നോളജി ഉപയോഗിച്ച് തനിക്ക് വേണ്ടി കുറെ ആടിനെ ഉണ്ടാക്കാനൊന്നും ഈ ദൈവദാസൻ ശ്രമിച്ചിട്ടില്ല. പ്രൈസ് ലോർഡ്. നമുക്ക് അത് അമ്മായിപ്പന്റെ ആടിനെ നോക്കി 40 കൊല്ലം സ്വന്തമായി ഒരു കുഞ്ഞാട്ടിൻ കുട്ടി പോലും മോശയ്ക്കില്ലായത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു പക്ഷേ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ദൈവം ഇനി എന്നെ ഉപയോഗിക്കും. ഞാനെടുത്ത തീരുമാനവും പ്രതിഷ്ഠയൊക്കെ എന്തായി? കൊട്ടാരം വിട്ടു, ക്രിസ്തുവിനെ കണ്ടു, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി ഒക്കെ ഇറങ്ങി തിരിച്ചെങ്കിലും കർത്താവേ 40 കൊല്ലങ്ങളാവും. 40 കൊല്ലം ഇനി എന്തായിരിക്കും ദൈവത്തിന് സ്തോത്രം എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ പോകുന്ന ഒരവസരത്തിൽ നാം പുറപ്പാട് പുസ്തകത്തിൽ എടുത്തു വായിക്കുന്നില്ല. ഒരു ദിവസം മോശ തന്റെ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. സാധാരണ വായിച്ചു വിടുന്ന ഒരു വാക്യമാണ്, he took his sheep to the outside of the mountain, outside the mountain. അതായത് മരുഭൂമിക്കും അപ്പുറത്ത് എന്ന് വെച്ചാൽ ഈ ഹോരേബ് പർവ്വതത്തിൽ പലപ്പോഴും തീയും പുകയും വലിയ അത്ഭുതങ്ങളും ഒക്കെ ആ നാട്ടിലെ ഇടയന്മാർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവരാരും ഒരു പരിധി വിട്ട് തങ്ങളുടെ ആടുകളെ ഈ പർവ്വതത്തിനടുക്കിലേക്ക് കൊണ്ടുപോകാറില്ല. ഈ പർവ്വതത്തിൽ കയറുവാൻ ആരും ധൈര്യപ്പെട്ടിട്ടുമില്ല. ഈ പർവ്വതത്തിന് ദൈവത്തിന്റെ പർവ്വതം എന്നാണ് അന്നും ഇന്നും പേര്. അതൊരു സ്പെഷ്യൽ പർവ്വതമാണ്. ഞാൻ അതിലേക്ക് ഒത്തിരി നേരം അവിടെ നിൽക്കുന്നില്ല. മോശ ഒരു ദിവസം യാദൃശ്യ തന്റെ ആടുകളുമായി പർവ്വതത്തിനപ്പുറത്തേക്ക് പോയി. ഇതുവരെ പോയിട്ടില്ലാത്ത, ഇതുവരെ കാല് വെച്ചിട്ടില്ലാത്ത ഒരു ഏരിയയിലേക്ക്, ഒരു റിലത്തിലേക്ക്, ഒരു മണ്ഡലത്തിലേക്ക് മോശ എന്ന ഇടയൻ നീങ്ങുകയാണ്. അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ, നമ്മുടെ സുവിശേഷ വേലയിലെ ഒരു പ്രത്യേക സ്ഥാനമാണ് ഈ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ. ഇന്ന് വരെ നമ്മളൊന്നും ഒരു പരിധി വിട്ട് അപ്പുറത്ത് പോയിട്ടില്ല. സാധാരണ കാണുന്ന കാഴ്ചയിൽ കൂടുതൽ, സാധാരണ അനുഭവിക്കുന്ന അനുഭവങ്ങളിൽ കൂടുതൽ ഒന്നും കാണാൻ ശ്രമിച്ചിട്ടില്ല. നാം മോശ എന്ന് പകൽക്കാലം ദൈവത്താൽ നടത്തപ്പെട്ടതുപോലെ വളരെ ധൈര്യം ഏറ്റെടുത്തുകൊണ്ട് മോശ ഈ പർവ്വതത്തിന്റെ അതർ സൈഡിലേക്കൊന്ന് കാലുവെച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കാലുവെച്ച് ഈ പർവ്വതത്തിന്റെ അടിവാരത്തെത്തുമ്പോഴാണ് മുൾപ്പടർപ്പ് കത്തുന്നതും അതിൽ നിന്നുകൊണ്ട് ദൈവം മോശയോട് സംസാരിക്കുന്നതും. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗം നിങ്ങൾക്കൊക്കെ അറിയാം. അവിടെ നിന്ന് ദൈവം മോശയെ കമ്മീഷൻ ചെയ്ത് ഒരു പ്രത്യേക മിനിസ്ട്രിക്കായിട്ട് പറഞ്ഞയക്കുകയാണ്. മോശ അവിടെ നിന്ന് പോകുന്നു.
ദൈവത്തിന് സ്തോത്രം. അപ്പോ എന്തുകൊണ്ട് വൈ ദ വിൽഡർനെസ്? എന്തുകൊണ്ട് 40 കൊല്ലം മുമ്പ് ദൈവം മോശയെ അയച്ചില്ല? എന്തുകൊണ്ട് ഈ 40 കൊല്ലം മരുഭൂമിയിൽ കിടന്ന് ഈ മനുഷ്യൻ കഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാല്, ഈ കൊട്ടാരത്തില് നല്ല ഒന്നാന്തരം ഭക്ഷണം കഴിച്ച്, നല്ല ഒന്നാന്തരം ജ്യൂസും കുടിച്ച് മിടുമിടുക്കനായി വളർന്ന മോശ ഇന്ന് എന്താ കഴിക്കുന്നെന്ന് നിങ്ങൾക്കറിയാമോ? സോറി, ഈ രാജസ്ഥാനിലൊക്കെ, ഞങ്ങൾ രാജസ്ഥാനിലായിരുന്നു ഏറിയ വർഷങ്ങൾ, അമേരിക്കയ്ക്ക് വരുന്നതിന് മുമ്പ്. അവിടെ ഒത്തിരി ആടുകളുണ്ട്. നിങ്ങൾക്ക് ഈ പലസ്തീൻ നാട് വരെ പോകാൻ പറ്റിയില്ലെങ്കിൽ രാജസ്ഥാനിലൊന്ന് പോയാൽ മതി. ആടുകള്, മാടുകള്, കഴുതകള്, ഒട്ടകങ്ങള്, പലസ്തീൻ നാട്ടിലെ ആളുകളെ പോലെ തന്നെ, പെണ്ണുങ്ങളെ പോലെ, പുരുഷന്മാരെ പോലെ തലയെ കിട്ടിയവര് ഒക്കെ അവിടെ രാജസ്ഥാനിൽ കാണാം. ഇടയന്മാർ ഒരു ദിവസം ആടിനെ കൊണ്ട് ഇറങ്ങിയാൽ അവർ നാളെ അങ്ങ് ചെല്ലുന്നൊന്നുമില്ല. ആഴ്ചകൾ കഴിഞ്ഞ അവർ തിരിച്ചു ചെല്ലുന്നു. അങ്ങനെയാണല്ലോ യാക്കോബ് തൻ്റെ മക്കളെയൊക്കെ ഒന്ന് കണ്ട് വിവരം അന്വേഷിച്ചു വരാനായിട്ട് ജോസഫിനെ പറഞ്ഞയക്കുന്നത്. അപ്പൊ അവര് മരുഭൂമിയിലായിരിക്കും താമസിക്കുന്നത്. അപ്പൊ ഇവരുടെ ഭക്ഷണമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരുഭൂമിയിലെ ഭക്ഷണത്തെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല, എന്തോ കിട്ടുമെന്ന്. സാധാരണ ഈ രാജസ്ഥാനിലൊക്കെ ഇവരൊരു പഴയ തുണിക്കകത്ത് ഈ റൊട്ടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തി, അവിടുത്തെ ചപ്പാത്തി ഉണ്ടാക്കി ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുക. പിന്നെ കുറെ അച്ചാറും കാണും, അല്ലെ പച്ചമുളകും കാണും. ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ റൊട്ടിയൊക്കെ ഓടിച്ചോടിച്ചാ കഴിക്കുന്നത്. കാരണം ഇതിന്റെ അതൊക്കെ അങ്ങ് പോകും. ഇത് കുറച്ച് ഓടിച്ചോടിച്ച് ഇങ്ങനെ കഴിക്കും. പച്ചമുളകും കടിച്ചു കൂട്ടും, അല്ലെ ഒരു അച്ചാറും കാണും, ഉണങ്ങിയ അച്ചാർ. ഇതാണ് ഇപ്പം മോശയുടെ ഭക്ഷണം. കുറെ നാളുകളായി എന്ന് പറഞ്ഞാൽ 40 വർഷമായി ഇതാ ഭക്ഷിക്കുന്നു. നല്ല ഒന്നാന്തരം പട്ടുമത്തയിൽ കിടന്ന മോശ മരുഭൂമിയിലെ മണ്ണിൽ, അല്ലെങ്കിൽ ചൂരച്ചിഴയുടെ തണലിൽ എന്ന് പറഞ്ഞ പോലെ, മരുഭൂമി വലിയ മരങ്ങളൊന്നുമില്ല, ഒരു ചെറിയ തണൽ കിട്ടിയാൽ അതിൻ്റെ തണലിലാണ് കിടന്നുറങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. മിസ്രൈമ കൊട്ടാരത്തിൽ ചുറ്റുപാടിൽ നിന്ന് ഈ തരുണീമണികൾ എന്നൊക്കെ പറഞ്ഞ പോലെ വെഞ്ചാമരമൊക്കെ വീശി നിന്ന മോശയ്ക്ക് ഇപ്പോ 40 ഡിഗ്രി 50 ഡിഗ്രി സെൽഷ്യസിലുള്ള ചൂടിലാ താമസവും ഉറക്കവും. ഇങ്ങനെ ഓരോന്നോരോന്ന് നാം ചിന്തിച്ചാൽ, രഥത്തിൽ നടക്കുന്നവൻ, മിസ്രൈമിലെ രഥത്തിൽ നടന്ന മോശ ഇന്ന് കാൽനടയായിട്ടാ പോകുന്നത്. എത്രയോ മൈലുകൾ ഈ 40 കൊല്ലത്തിനകം മരുഭൂമിയിൽ കൂടെ താണ്ടി. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവനായി, വലിയ വ്യത്യാസം വന്നവനായി ഇരിക്കുന്ന സമയത്താണ് മോശ മരുഭൂമിക്ക് അപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് വെക്കുന്നതും അവിടെ വെച്ച് ദൈവവുമായി കാണുന്നതും ദൈവം മോശയുമായിട്ട് ഇടപെടുന്നതും സംസാരിക്കുന്നതും ഇസ്രായേലിന്റെ ഉദ്ധാരണത്തിനായി ദൈവത്തിന്റെ സമയത്ത് ദൈവം അവനെ പറഞ്ഞയക്കുന്നതും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സയൻസിൽ ഒരു സിദ്ധാന്തമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു തത്വം ഇങ്ങനെ ഉണ്ട്. ചില വസ്തുക്കള് ചുരുങ്ങുന്നതിന് മുമ്പ് വികസിക്കും, ചിലത് വികസിക്കുന്നതിന് മുമ്പ് ചുരുങ്ങും. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ വേലയിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഇതൊരു വലിയ തത്വമായി നിങ്ങൾ കാണണം. ദൈവം ഉപയോഗിക്കുന്നതിന് മുമ്പ്, പ്രൈസ് ദി ലോർഡ്, വലിയ ഉയർച്ചയിൽ നിന്ന് താഴെ കൊണ്ടുപോയവരും താഴെ നിന്ന് ഉയർത്തിയവരുമുണ്ട്. മോശ വലിയ എത്താവുന്നതിന്റെ അങ്ങേ അറ്റത്തുനിന്ന്, പിനക്കിൾ ഓഫ് ഗ്ലോറി, അങ്ങേ അറ്റത്തുനിന്ന് ഉയർച്ചയിൽ നിന്ന് ദൈവം എടുത്ത് തോട്ടിൽ കളഞ്ഞു. എടുത്തൊരേറെ ജുഡിയൻ വിൽഡർനെസ് മരുഭൂമിയിലേക്ക് ഒറ്റയേറെ ദൈവം എറിഞ്ഞു. അവിടിട്ട് ദൈവം പഠിപ്പിച്ചു. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ജീവിതത്തിൽ ഇനി
എന്തും സഹിക്കുവാൻ, ഏത് പ്രതിസന്ധി വന്നാലും മുന്നോട്ട് പോകുവാനുള്ള ധൈര്യവും ശാരീരിക ബലവും എല്ലാം ദൈവം ഈ മരുഭൂമിയിൽ 40 കൊല്ലം കൊണ്ടിട്ട് ഈ മനുഷ്യനെ പഠിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം. ഇതിനകത്ത് വലിയ ദൂരം. എന്റെ പ്രസംഗം ഒരു വെറും പ്രസംഗമായി പോകാതെ ഇന്ന് രാത്രി ചിലരുടെയൊക്കെ മനസ്സുകളിൽ അത് പതിയണം. ഇതൊരു റെവലേഷനായി, ഒരു വെളിപ്പാടായി മാറണം, വചനത്തിന്റെ വെളിപ്പാട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ എന്നെ കേൾക്കണം. കർത്താവിന് സ്തോത്രം. അപ്പം മോശയെ ദൈവം ഉപയോഗിക്കുന്നതിന് മുമ്പ് ദൈവം ഒന്ന് ചുരുക്കി ഷ്രിങ്ക് ചെയ്തു പഠിപ്പിച്ചു. പലരുടെയും ചിന്ത ഈ കർത്താവിന്റെ വേല എന്നൊക്കെ പറഞ്ഞാല് ഒരു PhD ഒക്കെ എടുത്ത്, ഈ ഒരു സമയത്ത് എന്നോടൊരു ദൈവദാസൻ PhD എടുത്ത ഒരാൾ എന്നോട് പറഞ്ഞു, അദ്ദേഹം വലിയൊരു മനുഷ്യൻ, എന്നോട് പറഞ്ഞു, പാസ്റ്റർ കൈതമംഗലം, ഈ PhD എന്ന് പറഞ്ഞതിന്റെ ഫുൾ ഫോം പെർമനന്റ് ഹെഡ് ഡാമേജ് ആണെന്ന് പറഞ്ഞു. ഇത് എടുത്ത് കഴിയുമ്പോൾ ഈ തലയൊക്കെ അങ്ങ് ഡാമേജ് ആയി പോകും. കാര്യം അതുപോലെ കുറെ വർഷങ്ങൾ 7-8-10 കൊല്ലം എടുത്ത് ഇത് കഷ്ടപ്പെട്ട ഇതൊക്കെ ഒരു PhD ഒക്കെ സമ്പാദിക്കുന്നത്. ഈ തുരുതുരോന്ന് അന്യഭാഷ പറയുന്നവരൊക്കെ ഒരു PhD എടുത്തു കഴിഞ്ഞാൽ അന്യഭാഷയൊക്കെ മിക്കവാറും ഒക്കെ നിന്നു പോകും. പിന്നെ അന്യഭാഷ ഒന്നും പറയത്തില്ല. വെളിപ്പാടും ദർശനമൊക്കെ ഉള്ള പലരും ഈ PhD എടുത്തു കഴിയുമ്പോഴത്തേക്ക് വെളിപ്പാടും തീരും. പിന്നെ ഇവർ വലിയ തിയോളജി, തിയോസഫി ഒക്കെ പറയുന്നത്, വലിയ വലിയ വൻ കാര്യങ്ങളാണ് അവരൊക്കെ സംസാരിക്കുന്നത്. ഞാൻ PhDക്ക് എതിരൊന്നുമല്ല, ഞാൻ ജനറൽ കാര്യങ്ങൾ പറയുക. ഹൈ എക്സ്പെക്ടേഷൻ. പിന്നെ മൈക്കിന്റെ മുമ്പിലേ നിൽക്കത്തുള്ളൂ, വലിയ ആൾക്കാർ വേണം, മുമ്പിൽ ഓഡിയൻസ് വേണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു രീതിയിലേക്ക് മനുഷ്യൻ അങ്ങ് തിരിയും, സാധാരണ ദൈവമക്കളൊക്കെ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ശ്രദ്ധിച്ച് കേട്ടാട്ടെ. എത്ര ശുശ്രൂഷകന്മാർ, നിങ്ങൾ ആരൊക്കെ പാസ്റ്റർമാരെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ ആരൊക്കെ പാസ്റ്റർമാരാകാൻ പോകുന്നെന്ന് അറിയത്തില്ല, എത്ര പേര് സുവിശേഷ പോലെ ചെയ്യാൻ പോകുന്നെന്ന് അറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, thus says the Lord, ദൈവം നിങ്ങളോട് ഇപ്രകാരം പറയുന്നു എന്ന് പറഞ്ഞ് വചന ശുശ്രൂഷ നടത്തുന്ന എത്ര പേരുണ്ട്? എന്താണ് ഒരു സുവിശേഷകന്റെ കർത്തവ്യം? വാട്ട് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റി? ഒരു ദൈവദാസൻ എന്ന് പറഞ്ഞാൽ, ദൈവവേദൽ എന്ന് പറഞ്ഞാൽ, സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ദ ഷീപ്പ്, അല്ലെങ്കിൽ വിശ്വാസികളുടെയും ദൈവത്തിന്റെയും ഇടയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു ദൂത് ദൈവജനത്തിന് കൈമാറുന്ന ശുശ്രൂഷയാണ് ഇടയ ശുശ്രൂഷ. അതാണ് ഒരു പാസ്റ്ററൽ മിനിസ്ട്രി. അല്ലാതെ ഇന്റർനെറ്റിൽ നിന്ന് കോപ്പി അടിച്ച് വേറെങ്കിലും ആരെങ്കിലും പ്രസംഗിച്ച പ്രസംഗം യൂട്യൂബിൽ നിന്ന് എടുത്ത് ശനിയാഴ്ച രാത്രി മെനക്കെട്ടിരുന്ന ഒരു പ്രസംഗം ഉണ്ടാക്കി മിടുക്കനെന്ന് കാണിക്കുവാൻ, ആൾക്കാരുടെ കയ്യടി നേടുവാൻ, നിങ്ങൾ എനിക്കെന്നോ റേറ്റ് തരും, 4 റേറ്റ് തരുമോ, 5 റേറ്റ് തരുമോ എന്ന് ചോദിക്കുന്ന ശുശ്രൂഷയല്ല ആത്മീയ ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. ഈ മക്കളെ, ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളൊരു ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക്, ഐ എം സോറി ടു സേ ഇറ്റ്, ഗിൽഗാൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കിട്ടത്തില്ല, കുമ്പനാട്ടും കിട്ടത്തില്ല, സദേൺ ഏഷ്യ ബൈബിൾ കോളേജ് നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ ഇനി അമേരിക്ക ഒന്നും പഠിച്ചാൽ ഇവിടെയും കിട്ടത്തില്ല. നിങ്ങൾക്ക് വേദപുസ്തക സംബന്ധമായി കുറച്ച് നോളജ് കിട്ടും, കുറച്ച് അറിവ് കിട്ടും, കുറെ പരിജ്ഞാനം ഉണ്ടാകും. എന്നാൽ വചനത്തിന്റെ വെളിപ്പാട് എന്ന് പറയുന്നത്, ദ റെവലേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്, വ്യക്തിപരമാണ്. അതൊരു ദൈവ പൈതൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതാണ്. നിങ്ങളൊക്കെ ഒരു പക്ഷേ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നവരെ പഠിച്ചോ, ദൈവവചനം പഠിക്കുന്നത് വളരെ നല്ലതാ. കാരണം സ്റ്റേജിൽ കയറി അത് ഇതൊന്നും പറയത്തില്ല.
നല്ലതാ, വെരി ഗുഡ്. യു സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ്. അറ്റ് ദ സെയിം ടൈം, അതേ സമയം ദൈവത്തിന്റെ വെളിപ്പാട് പ്രാപിക്കാത്ത ഒരുത്തനും സ്റ്റേജിൽ കയറി നിന്ന് ദൈവമക്കളോട് സംസാരിപ്പാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ദൈവം ഒരു ദൈവ വൈതലിനെ പഠിപ്പിക്കുന്നത് മരുഭൂമിയിലെ പാഠശാലയിലാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ മോശയെ കൊട്ടാരത്തിൽ നിന്ന് ദൈവം എടുത്തെറിഞ്ഞ് 40 കൊല്ലം മരുഭൂമിയിലിട്ട് ശരിയായി പഠിപ്പിച്ച് നേരിട്ട് സംസാരിച്ച് ഒരു വടിയും കൊടുത്തു. ആ വടി ഇന്ന് അനേകരെ എനിക്കറിയാം 40, 50, 60 കൊല്ലമായിട്ട് ഈ പഴയ വടിയും കൊണ്ട് നടക്കുക. ഈ വടിക്ക് ഒരു പ്രത്യേകത ഈ വടിക്കില്ല. പക്ഷെ മോശയുടെ വടി ദൈവം ഒന്നും മാറ്റി. വേറെ വടിയൊന്നും കൊടുത്തില്ല, വേറെ വടിയൊന്നും വേണ്ട. ഉള്ള വടി ഒരു ശുശ്രൂഷ ഏൽപ്പിച്ച് അത് ജനത്തിന് വിടുതലായി കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി ദൈവം അങ്ങ് മാറ്റി തന്നേച്ചാൽ മതി. കൂടുതലൊന്നും ആഗ്രഹിക്കണ്ട, കൂടുതലൊന്നും ആരും ചെയ്യുകയും വേണ്ട. ദൈവത്തിന് സ്തോത്രം. ഞാൻ അബുദാബിയിൽ ജോലി ചെയ്യുന്ന കാലത്താണ്, ഇന്നേക്കൊരു 40 കൊല്ലത്തിന് മുമ്പ് ദൈവം എന്നെ വിളിച്ചത്. ഞാനന്ന് മരുഭൂമിയിലായിരുന്നു. ബുഹാസ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓയിൽ ഫീൽഡിലായിരുന്നു. ഒരു രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ, ഞാൻ അവിടെ ചെന്നിട്ട് അധികം വർഷങ്ങളൊന്നും ആയില്ല, ഒരു ദൈവശബ്ദം കേട്ടു. ഞാൻ കിടക്കുന്ന വീടിന് മുകളിൽ ദൈവശബ്ദം കേട്ടത് ഇങ്ങനെ കേട്ടത്: നീ എഴുന്നേറ്റ് ജോലി രാജിവെച്ച് വടക്കേ ഇന്ത്യയിലേക്ക് പോയി എന്റെ വേല ചെയ്യുക. വ്യക്തമായി ഞാൻ കേട്ടു. ഞാന് പിന്നൊട്ടും താമസിച്ചില്ല, ജോലിയൊക്കെ രാജിവെച്ച്. അപ്പൊ ഇത് കേട്ടോടെ നിങ്ങളാരും ജോലിയൊന്നും കയറി രാജിവെച്ച് കളയരുത്. വിളിയില്ലാതെ, ദർശനമില്ലാതെ എടുത്തു ചാടി ആരും ഒന്നും ചെയ്യരുത്. ഈ വിളി, ഹൈ കോളിംഗ്, ലോ കോളിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കൃപയ്ക്കനുസരിച്ചിരിക്കും. ഒരു വലിയ വിളിയാൽ വിളിച്ചു, ദിവ്യ വിളിയാൽ വിളിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? അന്ന് ദൈവം എന്നെ വിളിച്ചു. ഞാൻ ജോലി രാജിവെച്ച്, ബോംബെയിൽ എൻ്റെ വൈഫ് ജോലി ചെയ്യായിരുന്നു, അദ്ദേഹവും ജോലി രാജിവെച്ച് ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ രാജസ്ഥാനിലേക്ക് പോയി. ഞാൻ രാജസ്ഥാൻ ഏതാന്ന് എനിക്ക് അറിയത്തില്ല. രാജസ്ഥാൻ മരുഭൂമിയിൽ 10 വർഷം കർത്താവിന്റെ വേല ചെയ്തു. ഞാനങ്ങനെ വലിയ ബൈബിൾ സ്കൂളൊന്നും അധികം പഠിച്ചിട്ടൊന്നുമില്ല. ദൈവം തന്ന വചനത്തിന് വെളിപ്പാടല്ലാതെ, ദൈവം തന്ന ശുശ്രൂഷയല്ലാതെ എനിക്കൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെന്ന് ഒരു റിമോട്ട് വില്ലേജിലാണ് ഞങ്ങൾ പോയത്. ആ വില്ലേജിനെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അന്നത്തെ കാലത്ത് മനുഷ്യൻ, അവിടുത്തെ ആൾക്കാർ അമ്പും വില്ലുമായിട്ടാണ് നടക്കുന്നത്. അമ്പും വില്ലുമായിട്ട് ഹാഫ് നേക്കഡ് അവരുടെ ഇടയിൽ താമസിച്ച് കർത്താവ് എന്നെ, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങളെ ഈ സുവിശേഷ വേലയുടെ ആദ്യ പാഠങ്ങൾ, ബേസിക് കിൻഡർ ഗാർഡൻ പഠിപ്പിച്ചു. പ്രസംഗമൊന്നുമല്ല, എഴുതാനൊന്നുമല്ല, സുവിശേഷ വേലയുടെ ബേസിക് അവിടെ വെച്ച് പഠിച്ചു. ഒരു പ്രാവശ്യം എൻ്റെ ഭാര്യ 3ാമത്തെ കുഞ്ഞിനെ 8 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ സെലിബ്രൽ മലേറിയ വന്ന്, സത്യം പറഞ്ഞ ജീവൻ പോയി. ആശുപത്രിയില്ല, പ്രാർത്ഥിക്കാൻ അധികം പേരില്ല. എന്റെ സാക്ഷിയൊക്കെ പറയാൻ പോയാൽ ഒത്തിരി സമയം പോകും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാല് ഞങ്ങൾ 3-4 പേര്, പ്രത്യേകിച്ച് ഒരു ആദിവാസി ദൈവദാസങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ജീവൻ തിരികെ വന്നു. കണ്ണു തുറന്നു. എന്തു സംഭവിച്ചു എന്ന് ചോദിച്ചപ്പം ഒരു പേടകം താഴെ വന്ന് കട്ടിലേ വന്നു. ആ പേടകത്തിൽ തന്നെയാക്കി എടുത്ത് മേളിൽ സ്വർഗത്തിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോടെ നടക്കുമ്പോഴാണ് താഴെ കണ്ണുനീരും കരച്ചിലുമായി പ്രാർത്ഥന നടക്കുന്നത്. അവിടുന്ന് ചുരുക്കി അങ്ങ് പറയുക, പെട്ടെന്ന് കട്ട് ചെയ്ത് പറയുക, ഒരു ദൂതൻ ചെന്നേച്ച് പറഞ്ഞു, യു നീഡ് ടു ഗോ ബാക്ക്, നീ തിരികെ പോകണമെന്ന് പറഞ്ഞേ. എൻ്റെ വൈഫ് പറഞ്ഞോ, എനിക്കിനി പോകണ്ട, ഇവിടുന്ന് ഇനി എങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അല്ല, നീ കുറച്ച് നാളത്തേക്കൂടെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പിരിച്ച പേടകത്തിലാക്കി താഴെ കൊണ്ടുവന്ന കട്ടിലയിൽ ഇരുത്തി കണ്ണും തുറന്നു. അത് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഐ നെവർ തോട്ട്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഷി വിൽ കം ബാക്ക് ടു ലൈഫ്, താൻ ജീവനിലേക്ക് മടങ്ങി വരുമെന്ന് ഞാൻ കാര്യം മരിച്ചു. ഞാൻ കണ്ടതാ. അന്ന് 2 കുഞ്ഞുങ്ങള്, കൊച്ചു കുഞ്ഞുങ്ങള്, 6 വയസ്സും 3 വയസ്സും ഉള്ളത്. അങ്ങനെ ഒരു കണ്ടീഷനിൽ ദൈവം ജീവൻ മടക്കി തന്നു.
2 പ്രാവശ്യം എന്നെ RSSകാർ പിടിച്ചോണ്ട് പോയി. ഒരു പ്രാവശ്യം ഒരു വെളുപ്പിനെ ഞാൻ പട്ടണത്തിലേക്ക് ഒരു ആവശ്യത്തിന് പോകുന്ന സമയത്ത് ഒരു കാർ, അംബാസഡർ കാറിൽ ഇങ്ങനെ യാത്ര അവിടുന്ന് പോകുമ്പോൾ സമയത്ത് ഞാൻ രാവിലെ 5 മണിക്ക് പോകുന്നത് കണ്ടോണ്ട് കുറെ RSSകാരെല്ലാം കൂടെ പുറകെ കൂടി ഒരു ജീപ്പിൽ അവരെൻ്റെ പുറകെ വന്നു. ഞാനൊരു 10-15 മൈൽ ദൂരെ ഒരു വനത്തിന്റെ മധ്യത്തിൽ ചെന്നപ്പോൾ അവർ ജീപ്പ് ഓടിച്ച് പുറകെ വന്നു. അപ്പോൾ ഞാൻ കണ്ണാടി കൂടെ ജീപ്പിന്റെ കാറിന്റെ മിററിൽ കൂടെ നോക്കിയപ്പോൾ ഒരു വലിയ ജീപ്പ് അതിശീഘ്രം വരുന്നു. പണ്ടത്തെ ജീപ്പ്, അതിന്റെ 2 സൈഡിലും ആൾക്കാർ നിൽപ്പുണ്ട്, പുറകിലെ ആളുകൾ നിൽപ്പുണ്ട്. ഭയങ്കര വേഗത്തിൽ ഭയാനകമായ രീതിയിൽ വരുന്നു. അപ്പൊ ഞാൻ ആ കാറിന്റെ ഡ്രൈവറോട്, ടാക്സിക്കാരാണ്, അദ്ദേഹം ഒരു രാജസ്ഥാനിയാണ്, ഞാൻ പറഞ്ഞു, ഭായ് സാബ് തോടാ സാ സ്പീഡ് ലേലോ, നിങ്ങൾ കുറച്ച് സ്പീഡ് എടുക്കണം എന്ന് പറഞ്ഞു. എന്താ പറ്റി, ക്യാ ഹുവാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സ്പീഡ് എടുക്കാൻ പറഞ്ഞു. അതിൽ സ്പീഡ് എടുത്തൊരു 1 മൈൽ പോയതേ ഉള്ളൂ. ഊന്നൊരു ശബ്ദം കേട്ടു. ഈ കാറിന്റെ ഇഞ്ചൻ സീസ ഓഫായി അങ്ങ് നിന്നു, സൈഡിലോട്ട് മാറ്റി നിർത്തി. പുറകെ വന്ന ജീപ്പ് 1 മിനിറ്റിനകം വന്ന് ഞങ്ങൾക്ക് കുറുക്കിട്ടു. ഒരു 5-8 പേര് അതിന് ചാടിയ, കയ്യിൽ ആയുധമുണ്ട്. ഞാൻ കാറിനകത്ത് ഇരുന്നു. പിന്നെ എനിക്ക് തോന്നി ഒരു കാറിന് തീ വെക്കും, ഞാൻ വെളിയിലിറങ്ങി. എന്നെ ഒത്തിരി ഉപദ്രവിച്ചു. ഐ എം നോട്ട് ഗോയിങ് ടു ദ ഡീറ്റെയിൽസ്. അങ്ങനെ തല മുതൽ അടിയും ഒക്കെ തുടങ്ങി. താടിയൊക്കെ വലിച്ചു പറിച്ചു, ഉടുപ്പെല്ലാം കീറി. ഇങ്ങനെ ഐ എം ബ്ലീഡിങ് ഫ്രം മൈ ഫേസ് ആൻഡ് മൈ ഹെഡ്. ഞാനിങ്ങനെ രക്തം വാർന്ന് നിൽക്കുന്ന സമയത്ത് രാജു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, എനിക്കറിയാം, അവനൊരു 200 പൗണ്ട് തൂക്കവും ഒരു 6 അടി പൊക്കവും. അവൻ അവിടുത്തെ നേതാവ്. ഒരു 10-25 വയസ്സേ ഉള്ളൂ. അവനൊരു കോടാലി എടുത്തോ, രാജസ്ഥാൻ കോടാലി എന്ന് പറയാം, ഇത്രയും നീളമേ ഉള്ളൂ, ഭയങ്കര വാത്തലയാണ്. കോടാലി തിരിച്ച ജീപ്പേ കയറി ഒരു കോടാലി എടുത്തോണ്ട് ഒരൊറ്റ ചാട്ടം ഇങ്ങോട്ട്. ഞാൻ കണ്ടു, എനിക്കും മരണത്തിനും ഇടയിൽ ഒരു 10 അടി അകലം മാത്രം. എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, വാട്ട് വുഡ് ബി മൈ കണ്ടീഷൻ ആൻഡ് വാട്ട് വുഡ് ബി യുവർ കണ്ടീഷൻ ഇൻ സച്ച് എ സിറ്റുവേഷൻ. അങ്ങനെ ഒരു സമയത്ത് നമ്മൾ എന്ത് ചിന്തിക്കും? പക്ഷെ ദൈവം എനിക്കൊരു ധൈര്യം. ആ ധൈര്യത്തിന് ഞാനിത് കണ്ടോണ്ട് നിൽക്കുക. ചാടി വരിക, ജീപ്പിൽ നിന്ന് ചാടുക കോടാലയുമായിട്ട്. എൻ്റെ വായിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥന വന്നു, നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പി. ഇത്രയും പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ കണ്ണിന് കണ്ടു, ഈ ജീപ്പിൽ നിന്ന് ചാടിയ ഈ മനുഷ്യൻ തല കുത്തി താഴെ പോയി. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ദൂതൻ അവിടെ ഇറങ്ങി അവനെ അടിച്ചു. ഹെരോദാവിനെ അടിച്ചെന്ന് പറഞ്ഞ പോലെ അടിച്ച് അവനെ താഴെ ഇട്ടിട്ട് ഇവന്റെ കയ്യിലിരുന്ന കോടാലി ഒരു 20-30 അടി ദൂരെ കാട്ടിൽ പോയി. തെറിച്ചങ്ങ് പോയി. അടിയുടെ ശക്തിയാണ്. ഇവ മരണവേദന എടുത്ത് നിലവിളിക്കുന്ന ഞാൻ കണ്ടു. മരണവേദന. തല ചെന്ന് ടാരട്ടർ റോഡിൽ അടിച്ചു. കാലിങ്ങനെ മേളിൽ ആ ജീപ്പിന്റെ കൊളുത്തിന് പുറകിൽ, പണ്ടത്തെ ഈ വില്ലേജ് ജീപ്പിന് 2 കൊളുത്തുണ്ടല്ലോ, ഈ ഡോർ കൊളുത്ത്, അതിനകത്ത് ഉടക്കിയിട്ട് കാല് 2 മേളിലും തല റോഡിലും അടി. ഇവൻ കരയുന്നു. എന്നെ ഉപദ്രവിച്ച് നിന്നവരെല്ലാം കൂടെ അങ്ങോട്ട് ഓടി, അവരുടെ നേതാവിനെ രക്ഷിക്കാൻ ഓടി. ഞാൻ ആ ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, അവന് ഹിന്ദിയിലാണ് പറഞ്ഞു, സാറേ ഇനി സ്റ്റാർട്ടാകത്തില്ല, എഞ്ചിൻ പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഒന്ന് സ്റ്റാർട്ടാക്ക, കയറാൻ പറഞ്ഞു. കയറി. ഞാൻ സ്വോത്രം പറഞ്ഞു. അവൻ ഒറ്റ ചാവിക്ക് വണ്ടി സ്റ്റാർട്ടായി. അവരുടെ മുമ്പിൽ കൂടെ ഞങ്ങളിങ്ങ് പോകുന്നു. അന്ന് ദൈവം എന്നെ ഈ മരുഭൂമിയിൽ, രാജസ്ഥാൻ മരുഭൂമിയിൽ ദൈവം എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം ദൂതനെ ഇറക്കി മരണത്തിന്റെ വക്കിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ ശക്തനാണ് ദൈവം എന്ന് പഠിപ്പിച്ചു. വേറൊരു പ്രാവശ്യം വേറൊരു ഗ്രാമത്തിൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പട്ടണത്തിൽ ഒരു മീറ്റിങ്ങിനൊക്കെ പോയപ്പോൾ അവിടെ ചെന്നപ്പം വളരെ അടുത്തറിയാവുന്ന ഒരു ഗുജറാത്തിക്കാരൻ എന്നെ വിളിച്ചോണ്ട് ഒരു സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വർത്താനം പറഞ്ഞു പോയി എന്നെ കൊണ്ട് എത്തിച്ചത് ഒരു വല്ലാത്ത സ്ഥലത്താണ്. നേരെ സന്ധ്യയായി, ഇരുട്ടി. ഞാൻ ആ സ്ഥലത്ത് പുതിയ ആളാണ്, എനിക്കറിയത്തില്ല. ഒരു വലിയ ധർമ്മശാലയുടെ അവിടെ ചെന്ന് ഗേറ്റ് കടന്ന് അകത്തോട്ട് എന്നെ കൊണ്ടുപോയി താമസിച്ച വീട്ടിൽ നിന്നും ഏകദേശം ഒരു 1/2 മൈൽ അകലെയാണ് ചെന്നെത്തിയത്. ഈ മനുഷ്യൻ എനിക്കറിയാവുന്ന മനുഷ്യൻ, അതുകൊണ്ടാണ് ഞാൻ പോയത്. അവിടെ ഞാൻ ചെന്നപ്പം കുറ്റാക്കുറ്റി ഇരുട്ട്.
ഒരു വലിയ കെട്ടിടത്തിന്റെ മറവിൽ ഒരു 10-15 പേര് ഇരിപ്പുണ്ട്. ഭയങ്കര ആഴി തീ കത്തുന്നു. ഒരു 2-3 കുന്തം ഉണ്ടല്ലോ, ഈ തൃശൂലം ഇങ്ങനെ മണ്ണ് കുത്തിവെച്ചിട്ടുണ്ട്. ഇവരെന്നെ പ്രതീക്ഷിച്ചിരിക്കുക. ഈ മനുഷ്യൻ എന്നെ വർത്താനം പറഞ്ഞ് അങ്ങ് അവരുടെ അടുക്കിലേക്ക് ഞാനും അവരുമായിട്ട് ഒരു 30 അടി അകലത്തിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അബദ്ധപ്പെട്ടു പോയെന്ന് മനസ്സിലായി. രക്ഷപ്പെടത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ MLA ഉണ്ട്, ഒരു ക്രിമിനലാ. എനിക്ക് ആ MLA അറിയാം. ഒരു ക്രിമിനൽ യൗവനക്കാരനാണ്, താടിക്കാരനാണ് എന്നെ പോലെ. അവനൊക്കെ അവിടെ ഇരിപ്പുണ്ട്, എന്നെ പ്രതീക്ഷിച്ചിരിക്കുക. ഒറ്റ ശ്വാസത്തിന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ലോർഡ് സേവ് മീ, കർത്താവേ എന്നെ ഇവരുടെ കയ്യിൽ നിന്ന്. കാര്യം എക്സ്ട്രീംലി ഇമ്പോസിബിൾ. ഞാനൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഇരുട്ടിൽ പുറകിൽ നിന്ന് ഒരു 50 അടി അകലെ എന്നൊരു ശബ്ദം, ഭയങ്കര ഒരു അലർച്ചയാക്കിക്കുന്ന അല്ല, ഒരു സ്ത്രീ ശബ്ദം. ആപ് ക്യാ കർ രഹാ ഹേ വഹാം, ഇധർ മേരെ പാസ് ആ ജാവോ. നിങ്ങൾ അവിടെ എന്തോ എടുക്കുക, എന്റെ അടുക്കവാ, ഓടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ തിരിഞ്ഞൊരൊറ്റ ഓട്ടം ഓടി. എന്നെ പിടിക്കാൻ നിന്നവരല്ല അവിടെ അങ്ങ് ഇരുന്നു. ഈ ശബ്ദത്തിന് മുമ്പിൽ ഇവർ ഭയപ്പെട്ടു. ഞാൻ ഓടിച്ചെന്നത് എൻ്റെ ഭാര്യയുടെ കൈകളിലേക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ വന്നത്? ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. നീ എന്തിനാ വന്നത്? വഴി അറിയാമോ? ഇല്ല. പക്ഷെ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങളെ അബദ്ധത്തിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഒരു ദൂതൻ എനിക്ക് വഴി കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പോകാമെന്ന് പറഞ്ഞു എൻ്റെ കൈക്ക് പിടിച്ചു കൊണ്ട് ഇവരാരും എന്നെ പുറകെ വന്നില്ല. ഞങ്ങൾ ഇവര് ചോദിച്ചും പറഞ്ഞു ആ വീട്ടിൽ ചെന്നു. വഴി അറിയത്തില്ല. ദാറ്റ്സ് ഒരു ചെറിയ പുതിയ പഴയ ഒരു ടൗണാണ്. ഈ ഗല്ലിയും ഒക്കെ ചോദിച്ചും പറഞ്ഞ് ഞങ്ങൾ ഏതായാലും വീട്ടിൽ ചെന്ന് ശ്വാസം വിട്ടു. പ്രൈസ് ദി ലോർഡ്. അത് മുതൽ ഇങ്ങോട്ട് ദൈവം എന്നെ ശുശ്രൂഷ എങ്ങനെ ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, പ്രതികൂലങ്ങളിൽ മുമ്പിൽ എങ്ങനെ നിൽക്കണം, എന്തൊക്കെ കഴിക്കണം, എന്തോ കഴിക്കണ്ട എന്നൊക്കെ ദൈവം എന്നെ പഠിപ്പിച്ചു. സാമ്പാറും ചോറും മട്ടനും മച്ചിയും ഒക്കെ കഴിക്കുന്ന ഞാന് പലപ്പോഴും ഈ വില്ലേജിലൊക്കെ ചെന്നാൽ നിങ്ങൾക്കറിയാം, മീറ്റിംഗ് ഒക്കെ ചെന്നാൽ വലിയൊരു പാത്രത്തിന് അത് ഇങ്ങനെ റൊട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുക, മീറ്റിംഗ് കഴിഞ്ഞാൽ അവ കൊടുക്കാനായിട്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ആ റൊട്ടി ഉണ്ടാക്കാൻ, ഈ റൊട്ടി എന്ന് പറഞ്ഞാൽ റൊട്ടി ഉണ്ടാക്കാൻ ഈ കൊക്കത്തുമ്പ് കൊഴിച്ച് വെച്ച് 1000 ഈച്ച കാണും. 1000 ഈച്ച. പിന്നെ ഈ കോഴിയെ അങ്ങോട്ട് തൊലിയൊക്കെ കളഞ്ഞേച്ച്, പൂളെ അങ്ങോട്ട് കളഞ്ഞേച്ച് അങ്ങോട്ട് കീറും, വലിച്ചും കീറും. ഇതൊരു 2.5 കടി വെള്ളത്തിൽ ഈ കോഴിയെ പിച്ച് കീറി ഇടും. പിച്ചാത്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കീറി ഇട്ടിട്ട് ഒരു ശകലം ഉപ്പ്, ഒരു കയ്യിൽ ഇച്ചിരി മുളക് പൊടി, ചില മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഈ വെള്ളം തിളപ്പിച്ച് എടുക്കുക. അവിടെ ഒരു ചട്ടിക്കകത്ത് അതിലൊരു ഇടങ്ങടി വെള്ളവും 2 കഷ്ണം കോഴി, അതിന് നഖമുണ്ട്, പൂവുണ്ട്, കുടലുണ്ട്, പിന്നെ 2 മക്കായുടെ റൊട്ടിയും കൂടെ അകത്തായിരുന്നു. മക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലായി എനിക്ക് തോന്നുന്നു. മക്ക എന്ന് പറഞ്ഞാൽ എന്തോ പറയുന്നത്, ഗോതമ്പല്ല, ചോളം. ഇത് നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേക്ക് കുടലൂടെ, നമ്മൾ ഈ മണം വരുമ്പോൾ കുടലൂടെ വെളിയിലോട്ട് വരും. പക്ഷെ അതെല്ലാം പഠിക്കുക, തിന്നുവാനും ഒക്കെ ദൈവം പഠിപ്പിച്ചു. ഒരു ദോഷവും ദൈവം വരത്തില്ല. ആരോഗ്യത്തിന് ഒരു ഹാനി. നമ്മളൊക്കെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയല്ലേ. എണ്ണ കൂട്ടരുത്, മീൻ പറക്കുമ്പോൾ 1 സ്പൂൺ എണ്ണ ഒഴിക്കാവൂ, പിന്നെ അതിടരുത്, ഇതിടരുത്, കുക്കിങ്ങിന് വളരെ എന്തെല്ലാം ഇപ്പൊ യൂട്യൂബിൽ എന്തെല്ലാം കേൾക്കണം. പല സഹോദരിമാരും ഒക്കെ ഇപ്പം യൂട്യൂബ് കേട്ടാ കുക്ക് ചെയ്യുന്നു. പക്ഷെ ഈ ഈച്ചയും പാറ്റായും പുഴുവും, പ്രൈസ് ദി ലോർഡ്, ഇതെല്ലാം അവിടെ ഇട്ട് ദൈവം പഠിപ്പിച്ചു. എൻ്റെ മോനെ, എനിക്ക് 3 കുഞ്ഞുങ്ങളാ, 2 പെൺപിള്ളേരും മൂത്തൊരു മോനും. ആ ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിച്ചത്. അവൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഒരു നിക്കർ മാത്രം ഇട്ടുകൊണ്ടാണ് വരുന്നത്. ആ സ്കൂള് ബിൽഡിങ്ങിന് റൂഫില്ല, എന്ന് പറഞ്ഞ ഓടൊന്നുമില്ല. അന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു, തോംസനെ പോയി, പിള്ളേരുടെ ഭാവി പോയി. ബേസിക് എഡ്യൂക്കേഷൻ പോയാൽ എല്ലാം പോയി.
ഞാൻ അന്ന് അതൊന്നും അത്ര വക വെച്ച് പോയി ഉണ്ടേലുണ്ട് ഇല്ല ഏതായാലും കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി തിരിച്ച് ഈ രാജസ്ഥാനം കൊണ്ട് അങ്ങ് ഒതുങ്ങാം. പെമ്പിള്ളേരൊക്കെ പ്രായമായാലേ ഏതെങ്കിലും ഒരു ഇവാഞ്ചലിസ്റ്റ് ഇവിടെ കിട്ടും. അവരെയൊക്കെ കെട്ടിച്ച് മോന് എന്തെങ്കിലും ഒരു കർത്താവിന്റെ വേലയ്ക്ക് പോയാൽ മതിയെന്ന്. ഞാൻ നാട്ടിൽ നിന്നൊക്കെ നല്ല സൗകര്യത്തിൽ നിന്നാണ് പോകുന്നത്. ഒന്നാമതും വീടും ഒരാളും എൻ്റെ എല്ലാ സഹോദരന്മാരും എൻ്റെ അപ്പനും അമ്മയും വരെ അമേരിക്കയിൽ. അപ്പം ഞാൻ പറഞ്ഞത് ഗൾഫിലെ ജോലിയും രാജിവെച്ചു. ഉള്ളതെല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു. ഒരു പൈസ ഇല്ല. അങ്ങനെ കഴിയുക. എന്നാലും ദൈവം നടത്തി കേട്ടോ. പട്ടിണി ഒന്നും കിടക്കേണ്ടിയൊന്നും വന്നില്ല. ദൈവം അത്ഭുതത്തിന്റെ ദൈവമല്ലേ. ഞാൻ പറയാം, 10 കൊല്ലം അവിടെ കർത്താവിന്റെ വേല രാജസ്ഥാനിൽ ചെയ്ത് അനേക സഭകൾ ഉണ്ടാക്കി. ഇവിടെ ഇരിക്കുന്ന രാജസ്ഥാനിൽ നിന്നിരിക്കുന്ന ആ ദൈവദാസൻ, ഞാൻ പറഞ്ഞ ആള് പാസ്റ്റർ ജേക്കബ് ജോർജ്, ഒരു ദിവസം നാട്ടിൽ നിന്ന് വണ്ടി കയറി വന്നത് രാജസ്ഥാൻ. ഞങ്ങൾ മാവേലിക്ക് ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ വെച്ച് വടക്കേന്ത്യയിലെ വേലയ്ക്ക് വരണമെന്ന് പറഞ്ഞു. പോരാൻ പറഞ്ഞു. വന്നു. ചെറുക്കൻ അന്ന് വെറും പയ്യനായിരുന്നു. 10-18 വയസ്സേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അനേകരെ ദൈവം തന്നു. അനേകരെ സ്നാനപ്പെടുത്തി. അനേക സഭകളുണ്ട്. അനേക സഭകൾ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ പിൽക്കാലത്ത് ദൈവം തന്നു. ഒരിടത്തല്ല, രണ്ടിടത്തല്ല, 3ഇടത്തല്ല, അനേക ഇടങ്ങളിൽ. ഈ കൈ കൊണ്ട്, ഈ ബലഹീന കൈകൾ കൊണ്ട് എത്ര പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഐ ഡോണ്ട് നോ. ബട്ട് ഞാനൊരു നമ്പർ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അമേരിക്കയിൽ ഞങ്ങൾ 98 വന്നു. എൻ്റെ മൂത്ത മോനെ പഠിച്ച ഒരു ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി. അപ്പം ഞാൻ പറയാം, ഈ ബേസിക് എഡ്യൂക്കേഷൻ പോയെന്നൊക്കെ മനുഷ്യർ പറഞ്ഞു നിങ്ങളാരും പേടിക്കുന്നു. എഡ്യൂക്കേഷൻ തരുത്തതും നിർത്തുന്നതും ഉയർത്തുമൊക്കെ നമ്മുടെ ദൈവം. ഈ മരുഭൂമിയിലെ പാഠശാലയിൽ അങ്ങ് പഠിച്ചാൽ അതിനങ്ങ് തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ വലിയൊരു കമ്പനി, ഒരു ഓർഗനൈസേഷനിൽ അവനൊരു ഇന്റർവ്യൂവിന് വന്നു. 22 വയസ്സ്. എന്നോട് വന്നു, ഡാഡി അവിടെ അമേരിക്കൻ എക്സ്പ്രസിന്റെ വൈസ് പ്രസിഡന്റാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഒരു ബോർഡാണ്, 12 പേരുണ്ട്. അമേരിക്കൻ എക്സ്പ്രസ് എന്ന് നിങ്ങൾക്കറിയാം, ഇവിടുത്തെ വലിയ ക്രെഡിറ്റ് കമ്പനി, ഭയങ്കര കമ്പനി. ഞാൻ പറഞ്ഞു, കുഞ്ഞാ നീ പോ, ഞാൻ പ്രാർത്ഥിച്ച് വിടാമെന്ന് പറഞ്ഞു. അവൻ പോയി. അവിടെ ചെന്നപ്പം ആദ്യമായിട്ട് ആ മോനെ അങ്ങനെ ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്നത്. അവിടെ ചെന്നപ്പോൾ വലിയ വലിയ മദാമുമാരും സായിപ്പുമാരും ഇരിക്കുക ഇന്റർവ്യൂ. ഈ ചെറുക്കനും പോയി അവിടെ ഇരുന്നു. അങ്ങനെ ഈ വൈസ് പ്രസിഡന്റ്, ഈ അമേരിക്കൻ എക്സ്പ്രസിന്റെ പ്രസിഡന്റ് ചോദിച്ചു, ചാൾസ് തോംസൺ, ഞങ്ങൾക്ക് 44 രാജ്യങ്ങളിൽ ഓഫീസുണ്ട്, ആഫ്രിക്കയിലും ഒക്കെ ഓഫീസുണ്ട്. നീ അവിടെയൊക്കെ പോകേണ്ടി വരും. ഒരു തേർഡ് വേൾഡ് കൺട്രി, പാവപ്പെട്ട കൺട്രിയിലൊക്കെ പോകേണ്ടി വരും നിന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക്. നീ തയ്യാറാണോ എന്ന് ചോദിച്ചു. അത് ആദ്യത്തെ ചോദ്യം. പെട്ടെന്ന് മോൻ പറഞ്ഞു, പിന്നെ എൻ്റെ പേരൻസ് വടക്കേ ഇന്ത്യയിലെ വില്ലേജിലെ മിഷണറീസ് ആയിരുന്നു. ഞാൻ ജനിച്ചതും വളർന്നും ഒക്കെ അവിടെ. അതുകൊണ്ട് എനിക്ക് ഈ തേർഡ് വേൾഡ് കൺട്രി ഒന്നും വലിയ വിഷയമൊന്നുമില്ലെന്ന് പറഞ്ഞു. പറഞ്ഞു. ഈ മതാമത്തേട്ട് ഇങ്ങനെ ടേബിളിൽ അടി അടിച്ചു. രണ്ടാമതൊരു ചോദ്യം ചോദിച്ചില്ല. യു ആർ അപ്പോയിന്റഡ്, എന്നെ എടുത്തിരിക്കുന്നു. ഐ എം സോറി. ഒടുവില് അവൻ ആ കമ്പനിയുടെ ഒരു വിഭാഗത്തിന്റെ ഡയറക്ടറായി. എൻ്റെ കുഞ്ഞുങ്ങളെ പെമ്പിള്ളാരൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് എല്ലാവരും നല്ല നിലകളിൽ അമേരിക്കയിൽ കഴിയുന്നു. എൻ്റെ മോൻ ജോലി രാജിവെച്ചു. അവൻ ഇന്ന് അമേരിക്കയിൽ ഇവിടെ ഒരു അമേരിക്കൻ ചർച്ചിന്റെ പാസ്റ്ററാണ്. ഇന്ത്യൻ ചർച്ചല്ല, ഒരു അമേരിക്കൻ ചർച്ചിന്റെ പാസ്റ്റർ. ഹീസ് അറൌണ്ട് 38 years old now. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ നിങ്ങൾ പറയണം, നിങ്ങളുടെ സുവിശേഷം വരെ എനിക്ക് 50 പേരുള്ള സഭയിൽ പോയി അവരുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാനല്ല. ആൾക്കാർ എനിക്ക് നമ്പർ ഇടാനും ഗ്രേഡ് ഇടാനും, ആൾക്കാരുടെ മുമ്പിൽ വലിയവനാകാനല്ല.
കർത്താവ് എനിക്ക് വചനത്തിന്റെ വെളിപ്പാട് തരണം. ഒരാത്മീയ ശുശ്രൂഷ എന്നെ ദൈവം പഠിപ്പിക്കണം. പല പ്രാവശ്യവും എന്നോട് ദൈവം നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു മാസം 2 പ്രസംഗം എനിക്ക് ദൈവം തരും. മിനിമം 2 പ്രസംഗമെങ്കിലും ദൈവം തരും. അത് വായിച്ച് പഠിക്കുന്നതല്ല, യൂട്യൂബിൽ നിന്ന് എടുക്കുന്നതല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് നേരിട്ട് ചില വിഷയങ്ങൾ തന്ന് അത് ദൈവനെ പഠിപ്പിച്ച് ഞാൻ ശുശ്രൂഷിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മുമ്പിൽ ഒരു 5-10 മിനിറ്റൂടെ ബാക്കിയുള്ളൂ. ഇനി മോശ മാത്രമാണോ? നമുക്കൊന്ന് നോക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ വേദസം തുറന്നാട്ട്. വൈ ദ ഡെസേർട്ട്, എന്തുകൊണ്ടായി മരുഭൂമി? ആവർത്തനം 32:10 വാക്യം. പെട്ടെന്ന് വായിച്ചിട്ട്. ആവർത്തനം 32:10. താൻ അവനെ മരുഭൂമിയിലും ഒളി കേൾക്കുന്ന ശൂന്യ പ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. യാക്കോബിന്റെ കാര്യമാണ്. 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ആവർത്തനം 8:2. ഞാൻ എടുത്തു വെക്കും, എനിക്ക് പറയാൻ പേടിയാ. നിന്റെ ദൈവമായ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമി നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. എന്തിനാ മരുഭൂമി? ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ മനസ്സിലായല്ലോ. ചിലതൊക്കെ പഠിപ്പിച്ച് താഴ്ത്തി നീ നിൽക്കുമോ, പ്രയോജനപ്പെടുമോ, ഉപയോഗിക്കപ്പെടുമോ എന്ന് അറിയാനായി മരുഭൂമി. നിൽക്കാൻ സമയമില്ല. ഹോശയ 2:14-15. ഹോശയ 2:14-15. ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് നിന്നോട് കൃത്യമായി സംസാരിക്കും. അവിടെ വെച്ചാ ഞാൻ നോക്കാതെ പറഞ്ഞു. മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് കൃത്യമായി സംസാരിക്കും. അവൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്ന നാളിലെന്ന പോലെയും വിധേയയാകും. അപ്പോ ഈ ഒരു 1-on-1 ടോക്കിന് വേണ്ടി ദൈവം നമ്മളെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളിപ്പോ അവിടെ ദോഹയിൽ നിന്ന് നിങ്ങളെ ദോഹയിലെ മരുഭൂമി കൊണ്ടുവന്ന കാര്യമല്ല ഞാനീ പറഞ്ഞു. മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് ദൈവം മാറ്റുന്നത് പ്രത്യേകം ഒന്ന് ചെവിയിലൊന്ന് സംസാരിക്കാൻ. ദൈവമാണെന്നൊന്ന് വെളിപ്പെടുത്തി തരാൻ. ഈ കംഫോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? AC റൂമിൽ 2 അടി കനമുള്ള മെത്തയിൽ ദൈവം ആരോടും സംസാരിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സംസാരിക്കണമെങ്കിൽ ദൈവം മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് ദൈവവേദന നിന്ന് കൊണ്ടുപോയി അവിടെ വെച്ച് ഹൃദ്യമായി സംസാരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ഇടപ്രഭുക്കന്മാരും ഹന്നാവും കയ്യാഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സക്രിയാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. യോഹന്നാന് ബിരിയാണിയൊക്കെ കഴിച്ച് ഈ ഹെബ്രോനിൽ അമ്മയും അപ്പൻ്റെ കൂടെ താമസിക്കുകയായിരുന്നു. വാർദ്ധക്യത്തിലുണ്ടായിരുന്ന കുഞ്ഞാ. എന്തെല്ലാം അയൽവക്കക്കാർ കൊണ്ടു കൊടുക്കും, നാട്ടുകാരെ കൊണ്ടു കൊടുക്കും. അമ്മ എന്തെല്ലാം ഉണ്ടാക്കി കൊടുക്കും പറഞ്ഞു. അട വേണോ, കൊമ്പളപ്പം വേണോ, എന്നെ വേണം ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഒരു ചെറിയ പ്രായമത്തിൽ തന്നെ ദൈവം അവനെ വിളിച്ച് യഹൂദ മരുഭൂമിയിലേക്ക് കൊണ്ട് അവിടെ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അരുളപ്പാട് പ്രാപിക്കണോ, യു നീഡ് ടു ബി ടേക്കൻ ടു ദ വിൽഡർനെസ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ മരുഭൂമിയിലെ റീന ഐസക് ഇന്ന് വളരെ വ്യക്തമായി ദൈവം സംസാരിക്കും. I don't know who you are. Praise the Lord. ഈ ദിവസങ്ങളിൽ ചില ദൈവിക വെളിപ്പാട്, ഞാൻ പറയും കണ്ണടച്ച് കാണുന്ന ദർശനമല്ല, ചില ദൈവിക വെളിപ്പാടുകൾക്കായി കാത്തിരിക്കുക.
ദൈവം പഠിപ്പിക്കുവാനുള്ള സമയമായി, ഉയർത്തുവാനും മാനിക്കുവാനുള്ള സമയമായി. ഞാൻ നിർത്തട്ടെ. യോഹന്നാനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മരുഭൂമി കൊണ്ടുവന്ന് വെളിപ്പാട് കൊടുത്തു. മത്തായി 4:1. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ദൈവം കർത്താവിനെ മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ 40 ദിവസം. എക്സ്പ്ലനേഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടുന്ന് അവരെ ശുശ്രൂഷയ്ക്ക് നേരെ ഗലീലേക്ക് കർത്താവ് പോകുന്നത്. ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലേക്ക് പുറപ്പെട്ടു. കാര്യം ഗലീല എന്ന് പറയുന്ന നാട് ഏറ്റവും വഷളത്വം നിറഞ്ഞ ഭൂതങ്ങളുടെ കൂടായി ഗലീല. ആ ഗലീലയെ കുറിച്ച് യെശയ്യാ 9 പറഞ്ഞത് അന്ധതമസ് വ്യാപിച്ച, തിമിരം ബാധിച്ച ജനം. പ്രൈസ് ദി ലോർഡ്. അങ്ങേ അറ്റത്തെ പ്രശ്നത്തിലുണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്ക്, ഗലീലയിലേക്ക് പോയത് ഈ മരുഭൂമിയിൽ നിന്നാണ് ദൈവം അയച്ചത്. കർത്താവ് പോയത് അവിടെ ദൈവവുമായി സംസാരിച്ചു. പെട്ടെന്ന് നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. എനിക്ക് തോന്നുന്നു ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-17. ഗലാത്യർ 1:16-17. തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതിയുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. നേരെ അറേബ്യ എന്ന് മലയാളത്തിൽ നിങ്ങൾ വായിക്കുന്നെങ്കിലും ഇംഗ്ലീഷ് എഴുതുന്ന ഡെസേർട്ട് എന്ന, അറേബ്യൻ ഡെസേർട്ട്, അറേബ്യൻ വിൽഡർനെസ്. യേശു ഇരുന്ന അതേ സ്ഥലത്ത് പൗലോസ് പോയി. ഡമസ്കോസിൽ വെച്ച് കർത്താവിനെ കണ്ടിട്ട് അനന്യാസിന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് ഈ പൗലോസ് നേരെ പോയത് യെരൂശലേമിൽ. പൗലോസ് പ്രത്യേകം പറയുന്നത് യെരൂശലേമിൽ അപ്പോസ്തലന്മാരുടെ അടുക്ക പോയെങ്കിലും പ്രസംഗം കോപ്പിയടിക്കാനും വചനം പഠിക്കാനും ഒന്നും പോയില്ല. നേരെ മരുഭൂമിയിലേക്ക് പോയി. അറേബ്യ മരുഭൂമിയിൽ, ജൂഡിയൻ ഡെസേർട്ടിൽ പോയി. അവിടെ വേദപണ്ഡിതന്മാർ പറയുന്നത് 3 കൊല്ലം പൗലോസ് അവിടെ ഈ മരുഭൂമി കഴിഞ്ഞു. എന്തോ കഴിച്ചു, എന്തോ കുടിച്ചു എന്ന് എന്നോട് എനിക്കൊന്നും അറിയത്തില്ല. യോഹന്നാൻ അവിടെ ആണല്ലോ കഴിഞ്ഞത്, അവിടെ ദൈവം നടത്തിയല്ലോ. അതുപോലെ തന്നെ വേദപണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ വെച്ചാണ് പൗലോസ് അപ്പോസ്തലൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഐ നോ എ മാൻ ഇൻ ക്രൈസ്റ്റ്, എനിക്ക് ക്രിസ്തു ഒരു മനുഷ്യനെ അറിയാവുന്ന ഒരിക്കൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെ എന്ന് ഞാൻ അറിയുന്നില്ല. അവിടെ വെച്ച് മനുഷ്യർക്ക് ഉച്ചരിച്ച് വഴിയാക്കാൻ പാടില്ലാത്ത ഭാഷ ഞാൻ കേട്ടുന്ന് പൗലോസ് പറയുന്നത് ഈ മരുഭൂമിയിൽ നിന്നാണ് നേരെ സ്വർഗത്തിലേക്ക്. 3-ാം സ്വർഗം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സീറ്റാണ്, ദ മേഴ്സി സീറ്റ് ഓഫ് ഗോഡ്. അവിടേക്കാണ് എടുക്കപ്പെട്ടത്. അവിടെ ചെന്നിട്ട് എന്തെല്ലാം കൊരിന്ത്യനും 12-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഞാൻ ബൈബിൾ സ്കൂളിൽ നിന്ന് പ്രാപിച്ചതല്ല, പാസ്റ്റർമാർ പറയുന്നത് കേട്ട് പ്രാപിച്ചതല്ല, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാ. ഈ മർമ്മം, അനേകം മർമ്മങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. വലിയൊരു ശുശ്രൂഷയും മരുഭൂമിയിൽ വെച്ച് പ്രാപിച്ചെടുത്തെങ്കിൽ ഞാൻ എൻ്റെ സംസാരം ഇവിടെ നിർത്തട്ടെ. പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ മരുഭൂമിയിലേക്ക് ഒരു യാത്രക്കായി ഒരുങ്ങാം. മരുഭൂമിയിലെ സ്കൂളിൽ കർത്താവിനെ പഠിപ്പിക്കണം. ദൈവം എന്നോട് നേരിട്ട് സംസാരിക്കുന്ന ദിവസങ്ങളാക്കി തീർക്കണമേ. എനിക്ക് കർത്താവ് യൂട്യൂബും വാട്സപ്പും ഒക്കെ കേട്ട് മതിയായി. ഐ നീഡ് ടു ഹിയർ ഫ്രം യു വെരി പേഴ്സണലി, വ്യക്തിപരമായി ദൈവം എന്നോട് ഇടപെടുന്ന, ദൈവം എന്നോട് സംസാരിക്കുന്ന, എനിക്ക് കർത്താവിന്റെ വചനത്തിന്റെ വെളിപ്പാട് പ്രാപിക്കുന്ന ദിവസങ്ങളാക്കി സ്വർഗം മാറ്റണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ ഞാൻ എൻ്റെ സംസാരം ഇവിടെ നിർത്തുന്നു. ഒരു പ്രാവശ്യം കൂടെ പാസ്റ്റർ ലാലു ജേക്കബിനും ഇതിന്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചല്ലോ. തന്റെ അനുഭവങ്ങൾ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. കർത്താവ് തന്നെ നടത്തിയ വിധങ്ങൾ വലിയതാണ്. ദൈവനാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗം സഹായിക്കുമാറാകട്ടെ. നമുക്കൊരു സമർപ്പണത്തോടെ നമുക്ക് മരുഭൂമിയിലെ പാഠശാലയിൽ, ഹല്ലേലൂയ, നമ്മൾ പലപ്പോഴും മരുഭൂമിയുടെ അവസ്ഥയിലൂടെ പോകുമ്പോൾ പുറപുറുക്കാതെ നമ്മൾ അതിൽ നിന്ന് പഠിച്ചുകൊണ്ട് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കേണ്ടതിനായിട്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. തന്റെ പല
ഹല്ലേലൂയ തന്നിൽ കൂടെ പല പ്രാവശ്യം എന്നോട് ദൈവാത്മാവ്, ഞാൻ ഓർക്കുന്നു ദോഹയിൽ വെച്ച് ഈ യോഗമധ്യയിൽ പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നു. അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാകുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ദൈവം തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ ദൈവം തന്നെ സഹായിക്കേണ്ടതിനായിട്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. നമുക്കൊരു പാട്ടിന്റെ ശകലം പാടി ഒരു സമർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ, അഴവും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക, ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ, ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താ, അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ, ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ, ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ, മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ, കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക, കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക, ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ, അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. പ്രൈസ് ദി ലോർഡ്. മരുഭൂപ്രയാണ യാത്രയിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കുള്ളതോർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. വീണ്ടും ശക്തമായി ഹല്ലേലൂയ നോർത്ത് ഇന്ത്യയിൽ അനേക ഗ്രാമങ്ങളിലൊക്കെ ശുശ്രൂഷിപ്പാൻ ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനത്തെ ഹല്ലേലൂയ ദർശനത്തെ ഹല്ലേലൂയ ദൈവം വീണ്ടും സഹായിക്കേണ്ടതിനായിട്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ എന്നോടൊപ്പം എക്സൽ മിനിസ്ട്രേഷന്റെ അനിൽ എലന്തൂരിവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. തന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്യുവാനിടയായിട്ട് താൻ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇപ്പോൾ പോയിരിക്കുകയാണ്. പാസ്റ്റർ അനിൽ എലന്തൂർ താനും സ്റ്റേറ്റ്സിൽ ചില VBS ഒക്കെ നടത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സ്തോത്രം. എന്നോടൊപ്പം കേട്ടുകൊണ്ടിരുന്നു. താൻ എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് ഞാൻ പറയാം സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഹല്ലേലൂയ ഹല്ലേലൂയ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസന്റെ ഹല്ലേലൂയ ഒരു കടക്കേട്ട വചനം ഹല്ലേലൂയ. നമ്മളെ ദൈവദാസന്മാരൊക്കെ നമ്മുടെ മധ്യത്തിലേക്ക് അയക്കുന്നത്, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അയക്കുന്നത് വെറുതെ അല്ല. സ്തോത്രം. നമ്മളെയൊക്കെ പണിതെടുക്കുകയാണ്. സ്തോത്രം. മരുഭൂവിന്റെ അവസ്ഥകൾ വരുമ്പോൾ ഇപ്പോഴത്തെ കാലത്തെ ദൈവദാസന്മാരൊക്കെ ചെറിയ എല്ലാ സാഹചര്യങ്ങളും ആഗ്രഹിച്ചാണ് പോകുന്നത്. ചെറിയ തടസ്സങ്ങളൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ അവിടെ ഒക്കെ കളഞ്ഞിട്ട് പോകുവാനിടയായി തീരും. എന്നാൽ ഹല്ലേലൂയ ദൈവം തനിക്ക് കൊടുത്ത വലിയ കാഴ്ചപ്പാട് ഹല്ലേലൂയ തന്റെ അനുഭവത്തിൽ നിന്ന് മരുഭൂമിയിലെ പാഠശാലയെ പറ്റി പറയുവാൻ സ്വർഗം തന്നെ ശക്തീകരിച്ചല്ലോ. ഹല്ലേലൂയ. കേൾപ്പിച്ച വചനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനായി നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. തന്റെ പ്രവർത്തനത്തിനായി സ്തോത്രം ചെയ്യാം. താൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവം തന്നെ ശക്തമായി വീണ്ടും സഹായിക്കേണ്ടതിനായിട്ട് ഹല്ലേലൂയ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനം ഹല്ലേലൂയ റവറന്റ് ബേബി മാത്യു, ഫിലഡൽഫിയ ചർച്ച് ഓഫ് ഗോഡിന്റെ ഓവർസിയർ ആയിരിക്കുന്ന റവറന്റ് ബേബി മാത്യു പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞാട്ടെ. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ,
ഈ മനോഹരമായിരിക്കും നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങയുടെ വിലപ്പെടുദാസനെ അവിടുന്ന് ഉപയോഗിച്ചതായ എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഹല്ലേലൂയ ജീവിതത്തിന്റെ ഏടുകൾ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തിയ വിധങ്ങൾ എത്രമാത്രം വലുതെന്ന് കർത്താവെ ദൈവവചനത്തിൽ കൂടെയും ബഹുമാന ദൈവദാസന്റെ സാക്ഷ്യവാചകത്തിൽ കൂടെയും ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടതായ നല്ല ദൈവികാലോചനകൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി ആയിരുന്ന ഇടങ്ങളിൽ പ്രയോജനപ്പെടുത്തുവാൻ ദൈവം തന്റെ ഭക്തനെ കുടുംബമായി സഹായിച്ചല്ലോ. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വേദനകൾ നിറഞ്ഞതായ അന്തരീക്ഷത്തില് ദൈവത്തിന് മാറ്റമില്ലാത്ത കൃപ കൊടുത്ത് തങ്ങളെ ഏൽപ്പിച്ചതായ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അങ്ങയുടെ വിലപ്രദാസനെ കുടുംബമായി ദൈവം മാനിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കർത്താവെ അപ്പന്റെ കരങ്ങളിലേക്ക് അവിടുത്തെ ദാസനെ കുടുംബത്തെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു ഇണങ്ങിയായുധമാക്കി പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അയക്കപ്പെടുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിന്റെ മൗത്യമേറെ വേലയ്ക്ക് വേണ്ടി ശുശ്രൂഷയാൽ അനുഗ്രഹം പ്രാപിക്കുവാൻ ഓരോ ജീവിതങ്ങളെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് ഗിൽഗാൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഈ പ്രത്യേക മീറ്റിംഗിൽ അങ്ങയുടെ വിലപ്രദാസനെ കർത്താവ് കരങ്ങളിൽ വഹിച്ചതുകൊണ്ട് സ്തോത്രം. ഒത്തിരി അനേക ആത്മീയ ദൂതുകൾ അതോടൊപ്പം തന്നെ കർത്താവിന്റെ ദാസന്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവിൽ കൂടെ പ്രവർത്തിച്ചതായ പ്രവർത്തന മേഖലകൾ എല്ലാ സന്തോഷത്തോടെ ഞങ്ങൾക്കായിരിക്കാൻ ദൈവം സഹായിച്ച എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ വലിയ ഭക്തനെ ഏൽപ്പിച്ച എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ഞങ്ങൾ എല്ലാവരും ദൈവവചനത്താലും ലഭിച്ചതായ സാക്ഷ്യത്താലും ബലപ്പെടുത്തി ആരോഗ്യത്തോടും ബലത്തോടും കൂടെ നിർത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ലാലുസാനായി പ്രാർത്ഥിക്കുന്നു, സാക്സാനായി പ്രാർത്ഥിക്കുന്നു, ഷാജസ്ഥാനായി പ്രാർത്ഥിക്കുന്നു. ഗിൽഗാലിന്റെ പ്രവർത്തന മേഖലകളെയും കർത്താവ് അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി ഈ പ്രോഗ്രാമിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ച എല്ലാ പ്രിയമുള്ളവരെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അനുഗ്രഹിച്ച നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗം കാവലും നമ്മോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടുകൂടെ അവിടുത്തെ മാറാത്ത കൃപ ഇന്നും എപ്പോഴും അവിടുത്തെ വരവരും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നന്ദി. പ്രത്യേക ദൈവവചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനോട് പ്രത്യേക നന്ദി. ദൈവം തന്നെ സഹായിക്കട്ടെ. അതുപോലെ ഗാനങ്ങൾ ആലപിച്ച സിസ്റ്റർ എലിസബeth തോമസ് ജൂല അവർക്കും നന്ദി അറിയിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രത്യേകിച്ച് രാജസ്ഥാനിൽ നിന്നൊക്കെ ജോയിൻ ചെയ്ത ദൈവദാസന്മാരോട് പ്രത്യേക നന്ദിയും ആദരവുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. പാസ്റ്റർ തോംസൺ കൈതമംഗലത്താൻ റാന്നി സ്വദേശിയാണ്. ഇതിനകത്ത് ഒത്തിരി റാന്നിക്കാർ ഉണ്ട്. നിങ്ങൾക്ക് എവിടെയാണ് പരിചയപ്പെടാൻ? കൈതമംഗലം ഫാമിലിയാണ്. ആർക്കെങ്കിലും ആ റാന്നിക്കാർക്ക് പരിചയപ്പെടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പരിചയപ്പെടാം. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. നമ്മുടെ സിസ്റ്റർ ലയ ജോഷുവ ഉണ്ട്. നമ്മുടെ മേരിക്കുട്ടി എബ്രഹാം പ്രിൻസ് പാസ്റ്ററുടെ മദർലോ അവർക്കൊക്കെ പരിചയപ്പെടാം. പാസ്റ്ററുടെ വീട് റാന്നിയിൽ എവിടെയായിട്ടാ പാസ്റ്ററെ? തോംസൺ പാസ്റ്ററെ അൺമ്യൂട്ട് ചെയ്യണേ. റാന്നി ചേത്തക്കല എന്റെ വീട്. ചേത്തക്കല എന്ന് പറയും. ചേത്തക്കലാണ്. അതെ. സിസ്റ്റർ ലയ ജോഷു എവിടെ? ചെട്ടിമുക്ക് അല്ലെ? ചെട്ടി അല്ല, ഞങ്ങൾ ഈട്ടിച്ചോട്. സാറ് ഒരു ബുക്കിന്റെ ഡയറക്ടറാണോ? ഒരു ബുക്ക് എഴുതാറുണ്ട് കേട്ടോ. ഒത്തിരി ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ 10 പുസ്തകം എഴുതിയിട്ടുണ്ട്. അമേരിക്കയിൽ ഇംഗ്ലീഷ് ഒരു പുസ്തകം എഴുതി അമേരിക്കയിൽ കമ്പനി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
അതുകൂടാതെ വേറെ മലയാളത്തിൽ ബുക്ക് എൻ്റെ ബുക്കുകളെല്ലാം ഇവിടെ ഉള്ളൂ. 1-2 ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളെ എത്തിക്കാൻ മാർഗമൊന്നുമില്ല. കേരളത്തിലെ ബുക്ക് അവൈലബിൾ അല്ല. ഇവരൊക്കെ നാട്ടിലെ കേട്ടോ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ട് കേട്ടോ പാസ്റ്റർ. ഞാൻ കണ്ടു ഫ്രണ്ട്സിലോ. അല്ല, ഈ ലയ ജോഷുവയുടെ അമ്മ ഫാദറിന്റെ ഒരു ടീച്ചർ ആയിരുന്നല്ലോ സാറ്, അതിന്റെ പേരെന്നാ? തേവർവേൽ. എനിക്ക് ഞങ്ങളുടെ അവിടെ നിന്ന് 5-6 മൈൽ ദൂരെയാണ് അത്. എനിക്ക് ഈ ഇടിച്ചോട് ഭാഗങ്ങളൊക്കെ അറിയാം. തന്നെയല്ല ഞങ്ങളും നാട് വിട്ടിട്ട് ഒരു 10-40 കൊല്ലമായല്ലോ. ഇപ്പൊ അമേരിക്കയിലായിട്ട് തന്നെ 4 നൂറ്റാണ്ട് കഴിഞ്ഞു. അപ്പം അതിനു മുമ്പ് രാജസ്ഥാനിലെ, അതിനു മുമ്പ് ഗൾഫിലെ, ബോംബെയിലെ, ഇങ്ങനെയൊക്കെ. ഭയങ്കര കൃപയായിരുന്നു ഇന്നത്തെ സിസ്റ്റർ മേരിക്കുട്ടി അബ്രഹാം നമ്മുടെ പ്രിൻസ് പാസ്റ്ററുടെ മദർലോ ആണ് കേട്ടോ പാസ്റ്റർ. പ്രിൻസ് മേരിക്കുട്ടി അബ്രഹാം, പ്രിൻസ് തോമസ്. അതെ 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 അതെ. മദർലോ ആണ് ജോഷു എന്ന് പറയുന്ന ആള്. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്. ഓക്കെ. പാസ്റ്റർജി രാജസ്ഥാനിൽ എവിടെയായിരുന്നു? ഞങ്ങൾ ഉദയപൂരിലായിരുന്നു ബേസ്ഡ്. ഉദയപൂർ ഡോക്ടർ തോമസ് മാത്യൂസിനെ കേട്ടിട്ടുണ്ടോ? അറിയാം. അദ്ദേഹത്തിന്റെ സാക്ഷ്യമൊക്കെ ഞാനാ എഴുതിയിരിക്കുന്നത്. മരുഭൂമിയിൽ തളരാ എന്ന് പറയുന്ന പുസ്തകം ഞാനാ എഴുതിയത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പ്രവർത്തിച്ചത് ആദ്യകാലങ്ങളൊക്കെ അവിടെ നിന്ന് 100 മൈൽ ഉള്ളില് ഗ്രാമത്തിലായിരുന്നു. ഉദയപൂരായിരുന്നു ബേസ്. കോട്ടട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു ഞങ്ങൾ ആദ്യം പോയി പ്രവർത്തിച്ചത്. ഞാൻ രാജസ്ഥാനിലുണ്ടായിരുന്നു 22 വർഷം. എവിടെ? രാജസ്ഥാൻ, ഭരത്പൂർ, കരോളി, അൽവർ, ബഹ്റോഡ്. ഭരത്പൂർ അല്ലേ? യെസ്. ഓക്കെ. എനിക്ക് ആ സ്ഥലങ്ങളൊക്കെ അറിയാം. അതിലൊക്കെ ഇപ്പോൾ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചിത്തോഡ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് 5 കൊല്ലം സഭയുടെ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. അറിയാം. അവിടെ ജോണി ജേക്കബ് പാസ്റ്റർ ഉണ്ടല്ലോ. ഇപ്പോഴും അദ്ദേഹം ഉണ്ടല്ലോ, പാസ്റ്റർ ജോണി അബ്രഹാം. ഉണ്ട്. ഞാൻ ഇരുന്ന സഭയിലാണ് പുള്ളി ഇപ്പൊ പാസ്റ്റായിട്ടിരിക്കുന്നത്. എനിവേ പാസ്റ്ററെ, വളരെ സന്തോഷം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഇൻസ്പയറിംഗ് മെസ്സേജ് ആയിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ഇനിയും ഇടയ്ക്ക് വന്ന് ഞങ്ങളോടൊപ്പം ഇതുപോലെ ഷെയർ ചെയ്യണം. ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. വ്യത്യസ്തമായ ഒരു മെസ്സേജ് ആയിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.